ക്രിസ്ത്യാനികൾ ജൂതന്മാർക്കെതിരെ പറയുന്നത് അവർ വിഗ്രഹാരാധകരാണ്. എന്നാൽ ജൂതർ ക്രിസ്ത്യാനികൾക്കെതിരെ പറയുന്നത് അവർ വിഗ്രഹാരാധികൾ. അപ്പം മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ പറയുന്നത് അവർ വിഗ്രഹാരാധകരാണ്. മുസ്ലിങ്ങൾ ജൂതർക്കെതിരെ പറയുന്നത് ജൂതർ വിഗ്രഹാരാധന. ജൂതർ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നത് അവർ വിഗ്രഹാരാധന. ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഇത്ര വലിയ പ്രശ്നമാണ്. എവിടെങ്കിലും ഒരു കല്ലോ കമ്പോ ഒക്കെ പിടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്ന കുഴപ്പമില്ലല്ലോ, തല്ലിക്കൊല്ലാതിരുന്നാ പോരെ. ഒരു സിനഗോഗ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യണം? തീപ്പെട്ടി വാങ്ങിക്കണം, കത്തിക്കണം. ഇതായി പ്ലേഗ് വന്നപ്പോ പറഞ്ഞു ജൂതനാണ് കാരണം. സാമ്പത്തിക മാന്ദ്യം വന്നപ്പോ പറഞ്ഞു ജൂതനാണ് കാരണം. യുദ്ധം വന്നപ്പോ പറഞ്ഞു ജൂതനാണ് കാരണം. നിങ്ങൾക്കറിയാം, സോഷ്യലിസത്തിനും ക്യാപിറ്റലിസത്തിനും കാരണം ആരാണ്? ജൂതനാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിനും രണ്ടാം ലോകമഹായുദ്ധത്തിനും കാരണം ആരാണ്? ജൂതനാണ്. കമ്മ്യൂണിസത്തിന് കാരണം ആരാണ്? ജൂതനാണ്. ഈ സമൂഹത്തിൽ എന്ത് മോശം സംഭവിച്ചാലും ഒറ്റ ഉത്തരം ജൂതൻ. ഈ മാർക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റലി ബൈ ഡോക്ട്രിൻ ആന്റിസെമിറ്റിക് ആണ്. കുറേശ്യകൾ അവിടെ വന്നപ്പോൾ അവരുടെ കൂടെ ചേർന്നെന്നോ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടെന്നോ അല്ലെ പോസ്റ്റിൽ ലൈക്ക് ചെയ്തെന്നോ ഒക്കെ ആയിരുന്നു പരാതി. ഡയറക്റ്റ് ആയിട്ടൊന്നുമില്ല, അവര് മറ്റേ പോസ്റ്റിൽ ലൈക്ക് ചെയ്തെന്നു. മുഹമ്മദ് ഞാൻ കണ്ടു വെട്ടി തീരുകയാണ്. മുഹമ്മദ് മുഴുവൻ ഈ സാധനങ്ങൾ കോപ്പി അടിക്കുന്ന ജൂതന്മാരിൽ നിന്നാണ്. അപ്പൊ പറഞ്ഞു മുഹമ്മദ് അല്ല, നിങ്ങളുടെ കഥയും സെറ്റപ്പും ഒക്കെയാണ്, നിങ്ങളുടെ വണ്ടി ആയിരിക്കും, പക്ഷെ ഞാനാണ് ഓടിക്കാൻ പോകുന്നത്. അത് ജൂതന്മാർ അത് പറ്റില്ല, ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ഡ്രൈവർമാരുണ്ട്, രജിസ്റ്റേർഡ് ഡ്രൈവർമാരുണ്ട്, വേറെ പ്രവാചകന്മാരുണ്ട്. അവിടെ തുടങ്ങിയതാണ് പ്രശ്നം. നിങ്ങളോട് ഏറ്റവും ശത്രുതയുള്ള ജനങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ മക്കളെ? അല്ലാഹു പറയുകയാണ്, ജൂതന്മാർ. അപ്പൊ മുഹമ്മദിന് വേണ്ടി മുഹമ്മദിന്റെ പ്രവചനങ്ങൾ സാധ്യമാക്കാനായിട്ട് ഏറ്റവും വീറോടെ പൊരുതിയ കുടുംബത്തിൽ പിറന്നവനാണ് ഹിറ്റ്ലർ എന്നാണ് ഒരു മത അഭിപ്രായം. എന്നാണ് അന്ത്യദിനം, അവസാന ദിവസം എന്താണ് ഫൈനൽ സ്കോർ, ഫൈനൽ വേൾഡ് കപ്പിന്റെ മുസ്ലിം ജൂതനെ ഫൈറ്റ് ചെയ്യുന്നു. അതിൽ മുസ്ലിം മരിച്ച അവസാന ദിവസം ആയില്ല, ജൂതനെ കൊല്ലുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ജൂതൻ തീർന്നെങ്കിൽ ഇതെല്ലാം സെറ്റിലാവും. ജൂതവിരോധം എന്ന് കേൾക്കുമ്പോൾ അതിനിവിടെ എന്താണ് പ്രാധാന്യം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കാര്യം ഇവിടെ ജൂതന്മാരില്ല. കേരളത്തിൽ ആകെ 20 ജൂതന്മാരെ ബാക്കിയുള്ളൂ എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5000-ൽ താഴെ ജൂതന്മാരേ ഉള്ളൂ. പക്ഷേ ഈ ആന്റിസെമിറ്റിസം, സെം എന്ന് പറഞ്ഞാൽ സാം എന്ന് പറയുന്ന ബിബ്ലിക്കൽ ക്യാരക്ടറിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആന്റിസെമിറ്റിസം പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ജൂതവിരോധം എന്നുള്ളൊരു വിഷയം ഞാനിവിടെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടും. കാരണം ഇന്ന് ലോക രാഷ്ട്രീയം, ഭൗമരാഷ്ട്രീയം അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സ് ഡയറക്റ്റഡ് ആവുന്നത്, സ്വാധീനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വഴി നടത്തപ്പെടുന്നത് ഈ ഒരു തിയോക്രാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ ആശയം കൊണ്ടാണ്. ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള അതിമാരകമായിട്ടുള്ള വിദ്വേഷം. ഇവിടെ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ നിലനിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. അയിത്തം പോലെയുള്ള വ്യവസ്ഥകൾ, ഗട്ടോ കൾച്ചറുകൾ, ഒഴിവാക്കി നിർത്തിയിരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആന്റിസെമിറ്റിസവും അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ടെണ്ണം അടുത്ത് വെക്കുമ്പോഴാണല്ലോ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ആഴവും അതിൻ്റെ ഒരു രൗദ്രതയും മനസ്സിലാവുക. നിങ്ങളത് ശ്രദ്ധിക്കുക. എന്താണ് ആന്റിസെമിറ്റിസം എന്ന് പറഞ്ഞാൽ? ജൂതരോടുള്ള വിരോധം എന്നുള്ളതാണ് ആന്റിസെമിറ്റിസം. ഇതിൽ ഞാൻ തുടങ്ങുന്നത് ഈ 2 ദിവസത്തിന് മുമ്പ് കൊളംബിയയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഗുസ്താവോ പെട്രോ, പുള്ളി ഒരു എക്സിൽ ഒരു കമൻ്റ് എഴുതി, ഹെയിൽ ഹിറ്റ്ലർ, ഹിറ്റ്ലർക്ക് വിജയം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നോക്കൂ, 21-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് കാൽഭാഗം കഴിഞ്ഞു. ഒരു മോഡേൺ ഡെമോക്രസിയുടെ വോട്ട് വാങ്ങിച്ച് എല്ലാ ജനങ്ങളെയും റെപ്രസെൻ്റ് ചെയ്ത് വോട്ട് വാങ്ങിച്ച് ജയിച്ച ഒരു പ്രസിഡന്റ് എക്സ് പോലെയുള്ള ഒരു ആഗോള മാധ്യമത്തിൽ എഴുതി വെക്കുകയാണ് ഹെയിൽ ഹിറ്റ്ലർ. എന്തിനാണത്? ഹിറ്റ്ലർ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ യുദ്ധം, ഇസ്രായേൽ യുദ്ധം, പല യുദ്ധങ്ങൾ, ഇതിലെ ഏറ്റവും വലിയൊരു ഹീറോയാണ് ഒരു വിഭാഗത്തിൻ്റെ, അത് ഹിറ്റ്ലറാണ്. പാലസ്തീനിയൻ കോസിൻ്റെ നമ്പർ 1 ഹീറോ എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറാണ്. അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പ്രകടനങ്ങളിലോ ബാനറായിട്ടോ പോസ്റ്ററായിട്ടോ ലേഖനമായിട്ടോ സിനിമയായിട്ടോ ഒക്കെ കാണാൻ കഴിയും. നിങ്ങളൊരു ഹിറ്റ്ലറിൻ്റെ പടം എടുത്തു വെച്ചുകൊണ്ട് ചില സോക്കോൾഡ് തെരുവീതികളിലൂടെ നടന്നിട്ട് ഈ പടം ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ പച്ചമീൻ കണ്ട പൂച്ചയെ പോലെ അവരുടെ മുഖം വല്ലാതെ പ്രസന്നം ആകുന്നത് കാണും. സത്യമാണ്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യം കാണിക്കും. ഇപ്പം ഇദ്ദേഹം എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ബേസിക്കലി ഈ സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. ഇവർ ലോകത്തെ ഏറ്റവും
വലിയ ഭീകര രാജ്യം ഇസ്രയേൽ ആണെന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. ഈ പെട്രോ എന്ന് പറയുന്ന ആള് ഹി നെവർ കണ്ടംഡ് ദ ടെററിസ്റ്റ് അറ്റാക്ക് ഓൺ ഒക്ടോബർ 7th. ഒക്ടോബർ 7 ടെററിസ്റ്റ് അറ്റാക്ക് ഇന്നേ വരെ അപലപിക്കാത്ത ഒരു പ്രസിഡന്റാണ് ഇദ്ദേഹം. ഇദ്ദേഹം ലെഫ്റ്റാണ്. അതോടെ ശ്രദ്ധിക്കും. നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏതോ പുരോഗമനം, മാനവികത, ശാസ്ത്രീയം എന്നൊക്കെയാണ് പറയുന്നത്. മൂന്നും ഇൻഡു ഇടുമ്പോഴാണ് ലെഫ്റ്റ് കിട്ടുന്നത്. അതാണ് വസ്തുത. അദ്ദേഹം പറഞ്ഞത് ഒക്ടോബർ 7 അറ്റാക്ക് ഇൻസ്റ്റഡ് ഹി കമ്പയർഡ് ഇസ്രായേൽസ് ആക്ഷൻസ് ടു നാസി ജർമ്മനീസ് ഗാസ ആൻഡ് ഗാസ ടു ഓഷ്വിറ്റ്സ്. ഗാസയെ ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്, ഒരു സ്ഥലമാണ് ജർമ്മനിയിൽ. നിങ്ങൾക്കറിയാം, കവിതകളൊക്കെ പലരും എഴുതിയിട്ടുണ്ട്. സദാനന്ദനും സച്ചിദാനന്ദനും ഒക്കെ എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ ഊഹിക്കുകയാണ്. ആ കവിതകളിലൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, നിങ്ങൾ പോയിട്ടുള്ളവരുണ്ടോ എന്നറിയില്ല, കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. സത്യത്തിൽ നമ്മളുടെയൊക്കെ ഇമാജിനേഷൻ അപ്പുറമാണ്. അപ്പോൾ പുള്ളി പറയുന്ന ഗാസ ഒരു ഓഷ്വിറ്റ്സ്, ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്, ഇസ്രയേൽ നാസികളാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒക്ടോബർ 7 സംഭവിച്ചത് എന്താണ് എന്ന് അറിയാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ കയ്യിലെടുക്കുകയും ആവേശഭരിതരാക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് ഈ ഗുസ്താവോ പെട്രോ. പുള്ളി ഹിറ്റ്ലർക്ക് വളരെ പരസ്യമായിട്ട് നോബഡി എക്സ്പെക്ട്സ് ഒരു വേൾഡ് ലീഡർ വന്ന് ഹിറ്റ്ലറിന് ജയ് വിളിക്കുക. അത് നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു പരിപാടി, ഈ കേരളത്തിൽ ജൂതവിരോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് വേറൊരു ഇൻസിഡന്റ് കൂടി. ജെറി സെൻഫെൽ എന്ന് പറയുന്ന ഒരു കൊമേഡിയൻ ഉണ്ട്, വളരെ പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ കൊമേഡിയനാണ്. പുള്ളി ഒരു ബാസ്കറ്റ്ബോൾ മത്സരം കാണാൻ വരുന്നു. അതിൽ പുള്ളി വളരെ ആവേശഭരിതനായി ആസ്വദിച്ചതിന് ശേഷം തിരിച്ചിറങ്ങി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകെ ഒരു മൈക്കുമായിട്ട് നമ്മുടെ യൂട്യൂബേഴ്സ്, ഇപ്പോൾ സലീം കുമാറിൻ്റെ മരണത്തിന് ഒക്കെ യൂട്യൂബേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്, കണ്ടന്റ് മേക്കേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് മേക്കേഴ്സ്. അയാൾ ഇന്ന് ചോദിച്ചു, ഈ പാലസ്തീനെ കുറിച്ച് എന്ത് പറയുന്നു, എന്തെങ്കിലും ഒന്ന് പറയാമോ, എനിക്കൊന്ന് കൊഴിപ്പിക്കാമല്ലോ. ഞാൻ പറഞ്ഞു, പാലസ്തീനെ കുറിച്ച് പുള്ളി പറഞ്ഞു, പാലസ്തീൻ ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ ഒരു സാധനം ഇല്ല, അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിട്ടില്ല, നിലവിലും ഇല്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതൊരു ഫേക്ക് നരേറ്റീവാണ് എന്നാണ് പുള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനുശേഷം പുള്ളിക്കെതിരെ പിറ്റേന്ന് മുതൽ, ഞാനിത് 10-11 വർഷം മുമ്പ് കേരളത്തിൽ പറഞ്ഞിട്ടുള്ള ആളാണ്, എനിക്ക് പേടിയില്ല, എനിക്ക് പേടിക്കേണ്ടതില്ല എന്നുള്ളതിൻ്റെ കാരണം ഞാൻ കേരളത്തിലാണെന്നുള്ളതുകൊണ്ട്. അതാണ് അതിനേക്കാൾ വാസ്തവം. എന്തുകൊണ്ടാണ് ജൂതനോട് ലോകത്ത് വിരോധമുണ്ടല്ലോ, ആന്റി സെമിറ്റിസം നിയമം മൂലം പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരോധിച്ചു? എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം? നമ്മളിപ്പോൾ ഒരു കാര്യം കേൾക്കാറുണ്ട്, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു വാക്ക് കേൾക്കാറുണ്ട്. ഇസ്ലാമോഫോബിയ ചെയ്യുന്നവർക്ക് 5 വർഷം കഠിന തടവും പിന്നെ ബാക്കിയുള്ളത് മൃദു തടവും എന്ന് പറഞ്ഞൊരു നിയമം വന്നാൽ നമ്മൾ ഞെട്ടിപ്പോവില്ലേ? പക്ഷെ ആന്റി സെമിറ്റിസം ലീഗലി പണിഷബിൾ ആണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും, മോഡേൺ ഡെമോക്രസിയിലും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള ഈ ചരിത്രം കേൾക്കണം. ഇത് ജൂതനെ സഹായിക്കാനായിട്ടുണ്ടാക്കിയ, അല്ലെ ജൂതന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ ഉണ്ടാക്കിയതല്ല. ജൂതൻ അത്രമാത്രം പീഡനം ചരിത്രപരമായി യൂറോപ്പിലും വെസ്റ്റേൺ ലോകത്തും മിഡിൽ ഈസ്റ്റിലും അനുഭവിച്ചിട്ടുണ്ട്. 3 പ്രധാന കക്ഷികൾ കൊണ്ടാണ് ജൂതന്റെ ഈ പറയുന്ന നരകയാതന. ഒന്ന് ക്രിസ്ത്യാനിറ്റി, ഒരു മേ ബി ഒരു 60% ക്രിസ്ത്യാനിറ്റിയുടെ സംഭാവനയാണ്. ഒരു റിമൈനിങ് 10-15% മാർക്സിസത്തിന്റെ സംഭാവനയാണ്. ബാക്കി വരുന്ന ഒരു 25% ഇസ്ലാമിന്റെ സംഭാവന. പക്ഷെ ഇപ്പൊ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഈ 15%ഉം ഈ 20-25%ഉമാണ്. ക്രിസ്ത്യാനിറ്റി ആ കളി വിട്ട്, നമ്മൾ ഈ സീനൊക്കെ പണ്ടേ വിട്ടതാണ് എന്ന് പറഞ്ഞവർ വിട്ടു. ഇല്ലാന്നില്ല, പക്ഷെ അവര് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഇതിന്റെ തുടക്കം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിറ്റി നിലവിൽ വന്നതിന് ശേഷം ഇവരുടെ തിയോളജിക്കൽ പുസ്തകത്തിൽ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുക. ജൂതനെ എന്തുകൊണ്ട് വെറുക്കണം? ലോകത്തെ ഏറ്റവും വലിയ ജൂതൻ, ഏറ്റവും പ്രസിദ്ധനായ ജൂതൻ ക്രിസ്തുവായിരുന്നു, ജീസസ് ആയിരുന്നു, ആസ് പെർ ദ സ്റ്റോറി. അപ്പോ ക്രിസ്തുവിനെ കുരിശിലേറ്റിയത് ആരാണ്? റോമക്കാരാണ്, അല്ലേ? നമ്മൾ പറയും ജൂതരാണ്, ജൂതരല്ല. അപ്പൊ റോമക്കാരാണ് ക്രിസ്തുവിനെ കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ മെലോണി വിടുവോ? ഇല്ല. ജോർജിയ മെലോണി ഇല്ല, വിടണമെന്നില്ല. അപ്പോ മാത്യു 27-25 ഒരു സംഗതി ഉണ്ട്.
During the trial of Jesus before Pontius Pilate, the crowd responds. അപ്പൊ ചോദിക്കും, ഇവനെ വിധിക്കാൻ എൻ്റെ ഭാഗത്ത് ഒന്നുമില്ല, ഞാൻ ഒന്നും തെറ്റും കാണുന്നില്ല. അപ്പോ ജനക്കൂട്ടം, ജൂത ജനക്കൂട്ടം പറയണം, അല്ല അവനെ വിധിച്ചേ പറ്റൂ. അപ്പൊ പറയുന്നുണ്ട്, എല്ലാ ജനങ്ങളും പറയാം, all the people answered, his blood is on us and our children. അവൻ തെറ്റുകാരനല്ലെങ്കിൽ അവൻ്റെ രക്തം ഞങ്ങളോടും ഞങ്ങളുടെ വരും തലമുറകളോടും കണക്ക് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ പാപികളായി. നോ പ്രോബ്ലം, തെളിവ് ചോദിക്കാൻ. All the people answered, his blood is on us and on our children. അപ്പോൾ മാത്യു എഴുതി വെക്കുന്നു, മാത്യു എന്ന് പറയുന്ന ആളല്ല, മാത്യുവിൻ്റെ പേരിൽ ആരൊക്കെയോ എഴുതി വെക്കുന്നു, ഇങ്ങനെ ജനക്കൂട്ടം പറഞ്ഞു എന്ന്. അപ്പോൾ അങ്ങനെ ജനക്കൂട്ടം പറഞ്ഞു, ആ വാക്ക് എവിടെ കയറി? ബൈബിളിൽ കയറി. അങ്ങനെ ആ ബൈബിൾ വായിക്കുന്ന ക്രിസ്ത്യാനികളെല്ലാം മനസ്സിലാക്കുന്നത് എന്താണ്? ഇവർ ശപിക്കപ്പെട്ട ജനതയാണ്. ഇവർ മാത്രമല്ല, ഇവരെ തലമുറകൾ. മജീഷ്യൻ ഈ പൂക്കൾ എടുക്കുന്നത് പോലെ ഇവരെ വരും തലമുറകളും ശപിക്കപ്പെട്ടവർ. This single verse was historically interpreted by the early church theologians not just as a condemnation of the crowd present that day, but as a general inherited curse. A curse of guilt passed down to all future generation. ഇത് വെറും ഒരു കണ്ടംനേഷൻ അല്ല, മറിച്ച് ചരിത്രപരമായ ഒരു ശാപം. അത് ജൂതർ സ്വയം ഏറ്റുവാങ്ങിയ ശാപമാണ്. അതിൻ്റെ പേരിൽ അവനെ തല തൊടിയിക്കരുത് എന്നുള്ളത്. അതിനുശേഷം വരുന്ന ഏറ്റവും വലിയ നമ്മുടെ പോളാണല്ലോ ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കിയത്. ചിലർ പറയും ജീസസ് ആണ്. അല്ല, ജീസസിനെ പോലും ഉണ്ടാക്കിയത് പോളാണ് എന്ന് പറയേണ്ടി വരും. പോട്ടെ, നമ്മൾ അവിടെ അത്തരം ചർച്ചകളിലേക്ക് പോകുന്നില്ല. സൂപ്പർസെഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്താ ഈ സൂപ്പർസെഷൻ? സൂപ്പർ മീൻസ് എബോവ്, സൂപ്പർ ഫ്ലൂവസ് എന്നൊരു വാക്കുണ്ട്, ആവശ്യമില്ലാത്തത്, അധികമായ. ഇതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ, ക്രിസ്ത്യാനിറ്റി വന്നു, പോള് ജൂതനായിരുന്നു, ജീസസ് ജൂതനായിരുന്നു, ഇവർ രണ്ടുപേരും ചേർന്ന്, നായകനും ഡയറക്ടറും കൂടെ ചേർന്ന് ഒരു പുതിയ മതം ഉണ്ടാക്കി. പിന്നെ ജൂതമതത്തിൻ്റെ ആവശ്യമില്ല. സൂപ്പർ ഫ്ലൂവസ്, നോട്ട് നെസസറി, അതിൻ്റെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു മതത്തിൻ്റെ ആവശ്യമില്ല. നമ്പർ സൂപ്പർസെഷനിസം എന്നാണ് പറയുന്നത്. ഇതൊക്കെ 20ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ് ചർച്ചും തിയോളജിയൻസും ഒക്കെ ഇത് തള്ളിക്കളയുന്നത്. അങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ ജ്യൂസിൻ്റെ റെക്കൺസിലിയേഷൻ വരുന്നത്. മനസ്സിലായോ? പിന്നെ മറ്റൊരു കാര്യം, ജൂതന്മാർ മിശിഹയെ തള്ളിപ്പറഞ്ഞു, യേശുവിനെ തള്ളിപ്പറഞ്ഞു, യേശുവിനെ കൊല കൊടുത്തു. പിന്നെ മാത്രമല്ല, ക്രിസ്ത്യാനിറ്റി മോഡേൺ റിലീജിയനാണ്. പുതിയ നിയമം പഴയ നിയമം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ശരിയാ, ലാംഗ്വേജൊക്കെ പുതിയതാണ്. അപ്പം അതുകൊണ്ട് പഴയ നിയമം എന്ന് പറയുന്നത് ഒബ്സലീറ്റ് ആണ്, പഴഞ്ചൻ, ബാങ്ക്രപ്റ്റ്, ആശയങ്ങളൊന്നും ഇല്ല, പഴയ ഇത്. ആൻഡ് സ്പിരിച്വലി ബ്ലൈൻഡ്, ഒരു ക്രുദ്ധനായ ദൈവം, യേശുവിനെ പോലെ സൗമ്യനായ ഒരു ദൈവമല്ല. അതുകൊണ്ട് മൊത്തത്തിൽ ജൂതൻ ആവശ്യമില്ല. ജൂതൻ ഒന്നുകിൽ നമ്മുടെ കൂടെ ചേരുക, ബാപ്റ്റിസം കൊള്ളുക, അല്ലെന്നുണ്ടെങ്കിൽ അവൻ തന്നെ പറഞ്ഞിട്ടുള്ളോണം അവൻ പീഡിപ്പിക്കപ്പെടുക. ജോണില് ഒരു വരിയുണ്ട്, ഇൻ എ ഹീറ്റഡ് ഡിബേറ്റ് വിത്ത് എ ഫരീഷ്യരുമായിട്ടൊരു വലിയ തർക്കത്തിൽ ജീസസ് പറയുന്നുണ്ട്. ജീസസ് ഭയങ്കര സൗമ്യനാണ്, പക്ഷെ ജീസസ് പറയുന്ന നോക്കുക, യു ബിലോങ് ടു യുവർ ഫാദർ ദ ഡെവിൾ. നിങ്ങൾ വരുന്നത് നിങ്ങളുടെ പിതാവിൽ നിന്നാണ്. ആരാണ് ആ പിതാവ്? പിശാച്. യു വാണ്ട് ടു ക്യാരി ഔട്ട് യുവർ ഫാദേഴ്സ് desires. He was murdered from the beginning, not holding to the truth. നിന്റെ പിതാവ് സാത്താനാണ്. ആ സാത്താന്റെ ആഗ്രഹം നിറവേറ്റാനാണ് നീ ജീവിക്കുന്നതും വന്നിരിക്കുന്നതും. ഈ സാത്താനുണ്ടല്ലോ, തുടക്കം മുതൽ കൊലപാതകയാണ്, കൊലയാളിയാണ്. അപ്പൊ കൊന്നതൊക്കെ ആരാ? നമ്മൾ പറയുന്ന ദൈവം കൊന്നു എന്നൊക്കെയാണ്. ദൈവം അല്ല കൊന്നത്. എല്ലാ നെഗറ്റീവും സാത്താന്റെ മേളിലാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ റെവലേഷൻ 2:9 and 3:9 അതിനകത്ത് പറയുന്നത് ദ ടെസ്റ്റ് റെഫേഴ്സ് ടു ദോസ് ഹു ക്ലെയിം ടു ബി ജൂസ് ബട്ട് ആർ നോട്ട്. അതങ്ങനെ വായിക്കണം. ഞാൻ അവിടെ ഒരു കോമ ഇട്ടിരിക്കുന്നത്. ആസ് എ സിനഗോഗ് ഓഫ് സെയ്റ്റൻ. സെയ്റ്റന്റെ സിനഗോഗ് ആണ് ജൂസ്. അവർ ദൈവത്തിൻ്റെ അല്ല. ആക്ച്വലി ഇവർ രണ്ടുപേരും ഒരേ ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ജൂതന്മാരെ സെയ്റ്റൻ്റെതാക്കി മാറ്റുന്നു. അങ്ങനെയാണ് മിഡീവൽ യൂറോപ്പിൽ ദിസ് ഫ്രേസ് യൂസ് ടു ജസ്റ്റിഫൈ ബേണിംഗ് സിനഗോഗ്സ്. ഒരു സിനഗോഗ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യണം? തീപ്പെട്ടി വാങ്ങിക്കണം, കത്തിക്കണം. ഇതായിരുന്നു കാരണം. ഈ സാധനം
ചിൽഡ്രൻ ഓഫ് സെയ്റ്റൻ. തിയോളജിക്കലാണേ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി എന്ന് കേട്ടിട്ടുണ്ടോ? ക്രിസോസ്റ്റം തിരുമേനി എന്നൊക്കെ പറഞ്ഞാൽ വലിയ തിരുമേനിയാണെന്ന് പറയുന്നത്. പക്ഷേ ആ തിരുമേനിയുടെ ഒറിജിനൽ തിരുമേനി ഉണ്ടായിരുന്നു. പുള്ളിയെ മുന്നോട്ട് വെച്ച ഒരു സംഗതി, അല്ലെ പുള്ളിയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തൊരു സംഗതിയാണ് അഡ്വേഴ്സസ് ജുഡായോസ്, ജൂതവിരുദ്ധ സാഹിത്യം. ഈ ക്രിസോസ്റ്റം പറഞ്ഞ ഒരു വാക്കാണ്, അല്ലെ അദ്ദേഹത്തിന്റെ ഒരു ഇതാണ്, ദ സിനഗോസ് ഈസ് വേഴ്സ് ദാൻ ബ്രോത്തൽ. ഈ സിനഗോഗ് ഉണ്ടല്ലോ ജൂതന്മാരുടെ, അത് വേശ്യാലയത്തെക്കാൾ മോശമാണ്. ഇറ്റ് ഈസ് എ ഡെൻ ഓഫ് സ്കൗണ്ടറൽസ്. സ്കൗണ്ടറൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒട്ടും ശരിയല്ലേ. ലൈക്ക് എ ടെമ്പിൾ ഓഫ് ഡീമൺസ് ഡെഡിക്കേറ്റഡ് ടു ഐഡോലട്രസ് കൾട്സ്. ഐഡോലട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹ ആരാധന. ക്രിസ്ത്യാനികൾ ജൂതന്മാർക്കെതിരെ പറയുന്നത് അവര് വിഗ്രഹാരാധകരാണെന്ന്. എന്നാൽ ജൂതർ ക്രിസ്ത്യാനികൾക്കെതിരെ പറയുന്നത് അവര് വിഗ്രഹാരാധികൾ. അപ്പൊ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ പറയുന്നത് അവര് വിഗ്രഹാരാധകരാണ്. മുസ്ലിങ്ങൾ ജൂതർക്കെതിരെ പറയുന്നത് ജൂതർ വിഗ്രഹാരാധന. ജൂതർ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നത് അവര് വിഗ്രഹാരാധന. ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഇത്ര വലിയ പ്രശ്നമാണ്. എവിടെങ്കിലും ഒരു കല്ലോ കമ്പോ ഒക്കെ പിടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്ന കുഴപ്പമില്ലല്ലോ, തല്ലിക്കൊല്ലാതിരുന്നാ പോരെ, മനുഷ്യനെ വെറുക്കാതിരുന്നാ പോരെ. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വിഗ്രഹാരാധന. അടിപൊളി. Then he argued that because of deicide എന്ന് പറഞ്ഞാൽ ഡി മീൻസ് ദൈവം, ദൈവത്തിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ കൊല. സൂയിസൈഡ് സെൽഫ്, സ്വയം ഹത്യയാണ് സൂയിസൈഡ്. സൈഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. റെജിസൈഡ് ഉണ്ട്, രാജാവിനെ കൊല്ലുക. ഇൻഫന്റിസൈഡ് ശിശുഹത്യ. ഈ സൈഡ് വരുന്നതെല്ലാം സൈഡ് ആക്കിക്കോണം. CID എന്നുള്ള ഒരു റൂട്ടാണ്. He argued that because of deicide, God hated Jews and there were condemned to perpetual servitude. അതായത് കർത്താവിനെ കൊന്നതോടുകൂടി ദൈവം അവരെ വെറുത്തിരിക്കുന്നു, അവരെന്നും അടിമകളായിരിക്കണം എന്നാണ് ഈ അഡ്വേഴ്സം ജുഡായോസ്, ജൂതന്മാർക്കെതിരെയുള്ള സാഹിത്യം ആരെഴുതിക്കൊണ്ടിരുന്നു? നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനിമാർ പോലെ ഒരുപാട് തിരുമേനിമാർ എഴുതി ഈ ലൈബ്രറികൾ നിറച്ചുകൊണ്ടിരുന്നു. അപ്പൊ ജൂതരെ ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. ഇനി മറ്റൊന്നാണ്, ഏറ്റവും പ്രസിദ്ധനായ ഒരു വലിയ തിരുമേനിയാണ് അഗസ്റ്റിൻ, സെന്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. ഹി ഫോർമുലേറ്റഡ് ഹിസ് ഡോക്ട്രിൻ ഓഫ് റീഡിങ് സാം 59:11. സാം ഉണ്ട്, അത് ഒരു പ്രത്യേകിച്ച് അതിന് അർത്ഥമൊന്നുമില്ല, പലതുമൊക്കെ എന്താ പറയുക, പലതും സൂചിപ്പിക്കുന്നതാണ്. പക്ഷെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഡു നോട്ട് കിൽ ദം lest my people forget, scatter them by your power and bring them down. അതായത് അവരെ കൊല്ലരുത്. ഇത് വേറെ ഈ സാംസ് ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്താണ് പലതും ഉണ്ടാക്കുന്നത്. കോണ്ടസ്റ്റ് വേറെ ആയിരിക്കും. അവരെ കൊല്ലരുത്. എന്തിനു അവരെ അവൻ ജീവനോടെ ഇരിക്കണം. എന്തുകൊണ്ട്? സ്കാറ്റർ ദം ബൈ യുവർ പവർ. നിങ്ങൾ അവരെ ചിതറിപ്പിക്കുക, എന്നുവെച്ചാൽ അടിച്ച് പലയിടത്തായിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കുപ്പത്തൊട്ടിലായാലും തള്ളുക, ചിതറിപ്പിക്കുക. ബ്രിങ് ദം ഡൗൺ. എന്നിട്ട് അവനെ പരാജയപ്പെടുത്തുക. കുനിഞ്ഞ ശിരസോടെ അവൻ വരട്ടെ, പക്ഷെ അവനെ കൊല്ലരുത്. എന്തിന്? അവനൊരു മ്യൂസിയം ആയിരിക്കണം, ലിവിങ് മ്യൂസിയം. ദൈവത്തെ ധിക്കരിച്ചതിന്, ദൈവത്തെ കൊന്നതിന്, വിഗ്രഹാരാധന നടത്തുന്നതിന് ശപിക്കപ്പെട്ടതിന്റെ തെളിവായിട്ട് ജൂതൻ ജീവിക്കണം എന്നുള്ളതാണ് ഈ വിറ്റ്നസ് ഡോക്ട്രിൻ. വിറ്റ്നസ്. ജൂതന്റെ പ്രശ്നത്തിന് കാരണം എന്തെങ്കിലും തെളിവുണ്ടെന്ന് ചോദിക്കുമ്പോൾ ജൂതനെ നോക്കൂ. ജസ്റ്റ് ലുക്ക് അറ്റ് ജൂതൻ. ലിവിങ് പ്രൂഫ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം ഈ ഒരു വിറ്റ്നസ്, അതായത് ജൂതൻ സഫർ ചെയ്യുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തോടെയാണ് എന്ന് വരുന്നു. അപ്പൊ ജൂതനെ ആക്രമിക്കാനും അവനെ അപമാനിക്കാനും അവനെതിരെ കൊലവിളി നടത്തുക എന്നുള്ളത് നോർമലൈസ്ഡാവും. ഇതിനും ഈ ബിബ്ലിക്കലായിട്ടുള്ള സപ്പോർട്ടുണ്ട്. യെല്ലോ വാർഡ്സ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജൂഡ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് 4th ലാറ്ററൻ കൗൺസിൽ 13-ാം നൂറ്റാണ്ടിൽ 12-15 AD ഇവരാണ് ആദ്യമായിട്ട് ഈ യെല്ലോ വാഡ്ജ് കൊണ്ടുവരുന്നത്. യെല്ലോ വാഡ്ജ് എന്ന് പറഞ്ഞാൽ ജൂതനാണെന്ന് തിരിച്ചറിയാം. ഞാനിപ്പോൾ ഇതിട്ടുകൊണ്ട് വന്നിരിക്കുന്നു, ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. ഞാൻ ഇവിടെ ഒരു യെല്ലോ വാഡ്ജ് ഇവിടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ജൂതനാണെന്ന് തിരിച്ചറിയുന്നു, എന്നെ പിന്നെ എന്തും ചെയ്യാം. ആൾക്കൂട്ടത്തിൽ മിങ്കിൾ ചെയ്യാൻ, അസിമിലേഷൻ. ചിലര് നേരെ തിരിച്ചാണ്. എല്ലാവരും ഒരേ വസ്ത്രം ധരിക്കുമ്പോൾ
നേരെ തിരിച്ചു ധരിക്കും. ഇടത്തോട്ട് മുണ്ടെടുക്കുമ്പോൾ വലത്തോട്ട് മുണ്ടെടുക്കുന്നവരുണ്ട്, അല്ലേ? പോക്കറ്റ് ഇവിടെ വെക്കുമ്പോൾ ഇവിടെ പോക്കറ്റ് വെക്കുന്നവരുണ്ട്. അവര് ദേ ഡോണ്ട് വാണ്ട് ടു അസിമിലേറ്റ്. ജൂതൻ എപ്പോഴും അസിമിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവനോട് പറഞ്ഞു, നീ മാറി നിൽക്ക്. ഐസൊലേഷൻ. നോക്കൂ, ഇവിടെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് രണ്ടും. അപ്പം അവനെ തിരിച്ചറിയാനായിട്ടാണ് ഈ യെല്ലോ ബാഡ്സ്. നാസി പറയുന്നത് ഹിറ്റ്ലറാണ് ഈ കൊണ്ടുവന്ന ആംബാൻഡ് കൊണ്ടുവന്നെന്ന് പറയുന്നത്. ഹിറ്റ്ലർ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഹിറ്റ്ലർ ഇതെല്ലാം പഴയ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വെച്ച റീസേർച്ച്. ഹിറ്റ്ലർ കണ്ടുപിടിച്ചുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ്, ഇൻഡസ്ട്രിയൽ ആയിട്ട് ആളുകളെ കൊല്ലുന്ന കാര്യങ്ങളൊക്കെയാണ് ഹിറ്റ്ലർ കണ്ടുപിടിച്ചത്. അത് അന്ന് ടെക്നോളജി മാറി. ആക്ച്വലി ഈ ആംബാഡ്സ് ആദ്യം കൊണ്ടുവരുന്നതെന്നറിയോ? അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർ ഓഫ് ഡേവിഡ് എന്ന് പറയുന്ന ജൂതന്റെ ചിഹ്നം ആദ്യം കൊണ്ടുവരുന്നത് ഈ ഹാരുൽ റഷീദ് എന്ന് പറയുന്ന ഒരു കാലിഫേറ്റ് ആണ്. അതായത് 8-ാം നൂറ്റാണ്ടിലാണ്. 8-ാം നൂറ്റാണ്ടില് 9-ാം നൂറ്റാണ്ടിൽ അൽ മുത്തവക്കിൽ, അൽ റഷീദ്, ഇവരൊക്കെയാണ് ആദ്യമായിട്ട് ഈ ജൂതനെ തിരിച്ചറിയാനായിട്ട് ഇറങ്ങി നടക്കുമ്പോൾ ചിഹ്നങ്ങൾ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പായങ്ങൾ വേണം എന്നുള്ള സംഗതി ഉണ്ട്. പിന്നീട് അത് 20-ാം നൂറ്റാണ്ടിൽ നാസി ജർമ്മനിയിലും ജർമ്മനി ഒക്കുപ്പൈ ചെയ്തിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും കാണുകയുണ്ട്. അപ്പൊ ഇതാകുമ്പോൾ അടിക്കാൻ നോക്കണ്ടല്ലോ, അവനെ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. അവസാനം എന്ത് ചെയ്തു? The Jews were forced to live in walled off, overcrowded, unsanitary quarters, cities. ഗട്ടോസിലേക്ക് പോയി ജീവിക്കേണ്ടി വന്നു. ജൂത തെരുവുകൾ ഉണ്ടായി. ജൂതന് മറ്റുള്ള ജനങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. അവന് മറ്റുള്ള കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അവനെ ഒറ്റപ്പെടുത്തി തെരുവുകളിലേക്ക്. അതാണ് ഗട്ടോ കൾച്ചർ യൂറോപ്പിൽ ഉണ്ടാവുന്നത് ജൂതന് വേണ്ടിയാണ്. ഇവിടെ ഒരു ജൂത തെരുവ് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലേ? ഇനി ഇത് കത്തോലിക്കരുടെ പ്രശ്നമാണോ? അല്ല, കത്തോലിക്കരുടെ പ്രശ്നമല്ല. കത്തോലിക്കർക്ക് മാറിയിട്ട് ഈ ക്രിസ്ത്യാനിറ്റിയിൽ വലിയൊരു വിപ്ലവം ഉണ്ടാകുന്നു. പ്രൊട്ടസ്റ്റൻസ് വരുന്നു, മാർട്ടിൻ ലൂതർ വരുന്നു. മാർട്ടിൻ ലൂതർ വന്നപ്പോൾ മാർട്ടിൻ ലൂതർ ജൂതരോട് വളരെ അനുകമ്പയുള്ളവനായിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, സാധാരണ ഇതിൽ ഒരു ചേഞ്ച് വരുമ്പോൾ, ഉദാഹരണം കാമനയി മരിക്കുമ്പോൾ മുജദാബ കാമനയി കുറച്ചുകൂടെ നല്ലവനായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, അതേപോലെ ഉള്ളൂ ഈ കാത്തലിക്സിൽ നിന്ന് പ്രൊട്ടസ്റ്റൻസ് ഉണ്ടായത്. പുള്ളി ഭയങ്കര ഒരു മതഭ്രാന്തനായിരുന്നു ശരിക്കും ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത്. മതഭ്രാന്തൻ ഇൻ ദ സെൻസ് ഭയങ്കര പ്യൂരിറ്റൻ ആയിരുന്നു. In 1543, the reformer Martin Luther wrote a notorious treatise titled On the Jews and Their Lies. ജൂതന്മാരെ കുറിച്ചും അവരുടെ നുണകളെ കുറിച്ചും എന്നൊരു സാധനം പുള്ളിയും എഴുതി. ജൂതന്മാരെ കുറിച്ച് നല്ലതായിരിക്കത്തില്ല, പറയത്തില്ല. പിന്നെ അവരുടെ നുണകളെ കുറിച്ചും അത് ഡീബങ്ക് ചെയ്യായിരിക്കും. The calls to action dismayed by the Jew did not convert to a reformed version of Christianity. Luther outlined 7-point plan that shockingly mirrors later modern persecution. പിന്നീട് ജൂതർക്കെതിരെ ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള അഴിച്ചുവിട്ട പീഡനങ്ങളുടെ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് മാറിയത് മാർട്ടിൻ ലൂതറിന്റെ 7 നിർദ്ദേശങ്ങൾ. എന്താണ് ജൂതനെ ചെയ്യേണ്ടത്? കാര്യം പുള്ളി നോക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി നല്ലൊരു ചക്കര മതം കൊണ്ടു കൊടുത്തിട്ട് അതിനകത്തോട്ട് മാറുന്നില്ല. അവന്മാർ പഴയ ഇതിലെ കിടക്കുകയാണ്. അപ്പോൾ ഇവന്മാരെ എന്ത് ചെയ്യണം? ഒന്ന്, ബേണിംഗ് ഡൗൺ സിനഗോഗ്സ് ആൻഡ് ജൂയിഷ് സ്കൂൾസ്. ജൂയിഷ് സ്കൂൾസും സിനഗോഗ്സും കത്തിക്കുക. ഡിസ്ട്രോയിങ് ജൂയിഷ് ഹോംസ്. ജൂതന്മാരുടെ വീടുകൾ നശിപ്പിക്കുക. കോൺഫിസ്കേറ്റിംഗ് ദെയർ പ്രെയർ ബുക്സ് ആൻഡ് തൽമൂദിക് റൈറ്റിംഗ്സ്. അവരുടെ പ്രെയർ ബുക്ക്, മറ്റേത് അൻസാരി, കിടുപിടി എല്ലാം നശിപ്പിക്കുക. ഫോർബിഡിങ് റാബീസ്, റബൈ ഗുരുക്കന്മാർ. ടീച്ചിങ് അണ്ടർ ദ പെയിൻ ഓഫ് ഡെത്ത്. Confiscating their cash, gold and silver. Forcing young strong Jew into hard manual labor. പുരോഹിതന്മാരായിക്കോട്ടെ ചെറുപ്പക്കാരായിക്കോട്ടെ എല്ലാവർക്കും നല്ല പണി കൊടുക്കുക. ഈ 7 നിർദ്ദേശങ്ങളാണ് ആര് മുന്നോട്ട് വെച്ചത്? മാർട്ടിൻ ലൂതർ. അപ്പൊ പ്രൊട്ടസ്റ്റന്റിസം എങ്ങനെയുണ്ട് എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പം ഇതിങ്ങനെ വെച്ചപ്പോഴത്തേക്ക് ആക്ച്വലി റിമൂവിങ് ദ ബാരിയേഴ്സ് ടു വയലൻസ്. ജൂതനെതിരെ ആക്രമണം നടത്തുന്നതിന് യാതൊരു രീതിയിൽ ഇവിടെ ഒന്നും പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സ് പത്രത്തിൽ പോയി അടിച്ചാൽ മതി. കാരണം എല്ലാ രീതിയിലും പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞിരിക്കുകയാണ്. When the crisis hit Europe, such as Black Death, പ്ലേഗ് വന്നപ്പോൾ പറഞ്ഞു ജൂതനാണ് കാരണം. സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ പറഞ്ഞു ജൂതനാണ് കാരണം. യുദ്ധം വന്നപ്പോൾ പറഞ്ഞു ജൂതനാണ് കാരണം. ലോകത്തെ എല്ലാത്തിനും കാരണമായിട്ടുള്ളത് ആരാണ്? ഒമിനി പൊട്ടൻ വൺ റീസൺ, ജൂതൻ അങ്ങനെ ദൈവമായി മാറി. എല്ലാത്തിനും കാരണമില്ലേ?
നിങ്ങൾക്കറിയാം, സോഷ്യലിസത്തിനും ക്യാപിറ്റലിസത്തിനും കാരണം ആരാണ്? ജൂതനാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിനും രണ്ടാം ലോകമഹായുദ്ധത്തിനും കാരണം ആരാണ്? ജൂതനാണ്. ഈ ബോൾഷെവിസം എന്ന് പറഞ്ഞ ലെനിൻ, സ്റ്റാലിൻ അങ്ങനെയുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതിന്റെ കാരണം ആരാണ്? കമ്മ്യൂണിസത്തിന്റെ കാരണം ആരാണ്? ജൂതനാണ്. അത് പിന്നെ അറിയില്ലേ നമുക്ക്, മാർക്സ് ജൂതനായിരുന്നു എന്നല്ലേ പറയാം. ഈ സമൂഹത്തിൽ എന്ത് മോശം സംഭവിച്ചാലും ഒറ്റ ഉത്തരം, ജൂതൻ. എല്ലാത്തിനും കാരണമായവനാണ് ജൂതൻ. അങ്ങനെയാണ് ജൂതൻ ദൈവമാകുന്നത് അല്ലേ? എല്ലാത്തിനും കാരണമായിട്ടുള്ളവൻ അവനല്ലേ? പിന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നും തന്നെ അന്ന് ജൂതന് ലീഗൽ റൈറ്റ്സ് ഇല്ല, സിറ്റിസൺഷിപ്പ് ഇല്ല. CA എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒന്നുമില്ല. കേസ് വാദിക്കാൻ പറ്റില്ല. ജൂതനെ അടിച്ചു, കേസില്ല. ജൂതൻ ഒരു സാധനം വാങ്ങിച്ചു വേറെ എടുത്തോണ്ട് പോയി, കേസില്ല. ജൂതന് വീടില്ല, കേസില്ല. ജൂതന്റെ മുഖത്ത് തുപ്പി, കേസില്ല. നല്ല കാര്യം. നിയമം മൂലം അല്ല, വെറുതെ ആചാരം മൂലമല്ല, നിയമം മൂലം. മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന ഒരു നോവല്, ഒരു നാടകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഷേക്സ്പിയറിനെ കുറിച്ച് ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണമാണ് ഷേക്സ്പിയർ ഭയങ്കര ആന്റി സെമിറ്റിക് ആയിരുന്നു, ജൂതവിരുദ്ധനായിരുന്നു. കാരണം ഷൈലോക്ക് എന്ന് പറയുന്ന വളരെ മോശം ക്യാരക്ടറിനെ സൃഷ്ടിച്ചു, അയാളാണ് വില്ലൻ. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ മുഹമ്മദ് എന്നുള്ള പേരിൽ ഒരു വില്ലൻ ക്യാരക്ടറിനെ ഇന്ന് മലയാള സിനിമയിൽ അവതരിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ, അങ്ങനെ നിങ്ങൾക്ക് അത് നോക്കൂ. ഷേക്സ്പിയർ ഒരു വില്ലൻ ക്യാരക്ടറിനെ എടുക്കാൻ നോക്കിയപ്പോൾ ഷൈലോക്കിനെ എടുത്തു. ജൂതൻ, മണി ലെൻഡർ, പലിശയ്ക്ക് പണം കൊടുക്കുന്നവൻ, കണ്ണിൽ ചോരയില്ലാത്തവൻ, ഒരു റാത്തൽ മാംസം, ഒരു റാത്തലോ 2 റാത്തലോ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ മാംസം ആവശ്യപ്പെടുകയാണ്. 1 pound ഓഫ് ഫ്ലഷ് ആണ്. റൈറ്റ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഒരു ജൂതനല്ലാതെ വേറെ ആർക്ക് സാധിക്കും? അത്ര മോശമായ ഒരു ക്യാരക്ടറായിട്ട് ജൂതൻ. അവസാനം അയാളൊരു മേർഡർ അതിനകത്ത് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു പ്ലേ ഒന്ന് വായിക്കണം. എൻ്റെ പാരാഫ്രൈസ്, ഇച്ചിരി ഓൾഡ് ഇംഗ്ലീഷ് ആണെങ്കിലും പാരാഫ്രൈസ് വായിച്ചാൽ മതി. ഞാനത് ഷൈലോക്കിൻ്റെ ഒരു ഡയലോഗ്, ഒരു നീണ്ട ഒരു ഡയലോഗാണ്, ഞാൻ വായിക്കാം. സീനിയർ അന്റോണിയോ, മെനി എ ടൈം ആൻഡ് ഓഫ്റ്റ് ഇൻ റിയാൽട്ടോ യു ഹാവ് റേറ്റഡ് മീ അബൌട്ട് മൈ മണീസ് ആൻഡ് മൈ യൂസൻസസ്. യൂസൻസ് എന്ന് പറഞ്ഞാൽ യൂസൂറി. പലതവണയും നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചൊറിഞ്ഞു വരും. എന്താണ്? എൻ്റെ സാമ്പത്തികമായ ഇടപാടുകൾ, കടം കൊടുപ്പ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്നെ താഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഹാവ് ഐ ബോൺ ഇറ്റ് വിത്ത് എ പേഷ്യൻസ് സ്ട്രഗ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പേഷ്യൻ, വളരെ ഓക്കെ സാർ, നീ പണം കടം കൊടുക്കുന്നവനല്ലേടാ എന്നൊക്കെ പറയും. ഫോർ സഫറൻസ് ഇസ് എ ബാഡ്ജ് ഓഫ് അവർ ട്രൈബ്. എൻ്റെ ജനതയുടെ അടയാളം എന്ന് പറയുന്നത് എന്താണ്? സഹിക്കുക എന്നുള്ളത്. ഷൈലോക്ക് പറയുന്നതാണ്, ഫോർ സഫറൻസ് ഇസ് ദ ബാഡ്ജ് ഓഫ് അവർ ട്രൈബ്. യു കോൾ മീ മിസ്ബിലീവർ. നിങ്ങൾ എന്നെ അവിശ്വാസി എന്ന് വിളിച്ചിട്ടുണ്ട്. കാര്യം ജൂതൻ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവിശ്വാസിയാണ്. യു കോൾ മീ മിസ്ബിലീവർ, കട്ട്രോട്ട് ഡോഗ്, ആൻഡ് സ്പിറ്റ് അപ്പോൺ മൈ ജൂയിഷ് ഗാബർഡൈൻ. ഗാബർഡൈൻ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ് ആണ്, കോട്ട് എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ഓൾ ഫോർ ദ യൂസ് ഓഫ് ദാറ്റ് വിച്ച് ഈസ് മൈൻ. ഇതൊക്കെ എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിച്ചത്? എന്തിനാണ് എൻ്റെ കോട്ടിൽ തുപ്പിയത്? എന്തിനാണ് എന്നെ നിന്ദിച്ചത്? എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഞാൻ ഉപയോഗിച്ചതിനാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന പണം ഞാൻ കടം കൊടുത്തു, ഒരു ആളുകളുടെ വിശപ്പ് മാറ്റി, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കൊടുത്തു. ജസ്റ്റ് ലൈക്ക് നോക്കൂ ആ വാക്ക്. ആൻഡ് ഓൾ ഫോർ യൂസ് ഓഫ് ദാറ്റ് വിച്ച് ഈസ് മൈൻ. എൻ്റേതായിരുന്നത് ഞാൻ കൊടുത്തു. ഞാനതിനൊരു ഇൻട്രസ്റ്റ് വാങ്ങിച്ചു. പലിശ പാപമാണല്ലോ. മാർക്സിനും മുസ്ലിങ്ങൾക്കും പിന്നെ ക്രിസ്ത്യാനികൾക്കും പാപമാണ്. ക്രിസ്ത്യാനികൾക്ക് പാപമായിരുന്നു, ഇപ്പൊ പാപമല്ല. ഓക്കെ, വെൽ ദെൻ ഇറ്റ് നൗ അപ്പിയേഴ്സ് യു നീഡ് മൈ ഹെൽപ്പ്. ഗോ ടു ദെൻ യു കം ടു മീ ആൻഡ് യു സേ ഷൈലോക്ക് വി വുഡ് ഹാവ് മണീസ്. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ പൈസ വേണം. അപ്പോൾ എന്ന് പറയുന്നത്, ഷൈലോക്കെ പൈസ വല്ലതും ചില്ലറ വല്ലതും ഉണ്ടോ? You say so. You that did void your room upon my beard and foot me as you spawn a stranger cur. നിങ്ങൾ സ്ഥിരമായി നിങ്ങളുടെ റൂം എന്ന് പറഞ്ഞാൽ ഈ മൂക്കള അല്ലെങ്കിൽ കഫം എന്നൊക്കെ പറയാം, എൻ്റെ മേളിൽ ദിവസം ഇത് ചീറ്റി ഒഴിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളൊരു പട്ടിയെ അടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും എന്നെ കാണുമ്പോൾ എന്നെ തിരസ്കരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ പൈസ വേണം. എത്ര വലിയ ഹിപ്പോക്രസിയാണ്. ആൻഡ് ഫുട്ട് മീ എന്ന് പറയാൻ ചവിട്ടി എടുക്കുക. മീ ആസ് യുവർ സ്പോൺ സ്ട്രേഞ്ചർ കർ മീൻസ് സ്ട്രീറ്റ് ഡോഗ്.
ഓവർ യുവർ ത്രഷോൾഡ് മണി ഈസ് യുവർ സ്യൂട്ട്. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പൈസയാണ്, അല്ലെ നിങ്ങളുടെ വീട്ടിൽ വന്നാലും അതാണ് വേണ്ടത്. വാട്ട് ഷുഡ് ഐ സേ ടു യു? ഞാൻ നിങ്ങളോട് എന്ത് പറയണം? ഇങ്ങനെയുള്ള നിങ്ങളോട് എന്നെ കാണുമ്പോൾ ഇങ്ങനെ തൊഴിക്കുകയും തുപ്പുകയും പിഴിഞ്ഞൊഴിക്കുകയും ആട്ടുകയൊക്കെ ചെയ്യുന്ന നിങ്ങൾ എൻ്റെ പൈസ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് എന്താ പറയണ്ടേ? ഷൈലോക്ക് ചോദിക്കുകയാണ്, ഷുഡ് ഐ നോട്ട് സേ ഹാത്ത് ഡോഗ് മണി? ഞാൻ നിങ്ങളോട് പറയട്ടെ, സാറേ പട്ടിയുടെ എവിടുന്നാ സാറേ പൈസ എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ? Is it possible a car can lend 3,000 ducats? സാറേ ഒരു പട്ടിക്ക് 3000 ഡക്റ്റാസ് അവിടുത്തെ നാണയമാണ്, അത് കൊടുക്കാൻ പറ്റുമോ സാറേ എന്നല്ലേ ഞാൻ നിങ്ങളോട് പറയേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഇനി ബാക്കി കുറേ ഉണ്ട്, നല്ല രസമാണ് വായി ആക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇത്രയും വായിക്കുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാവുന്നത്? മണി ലെൻഡറാണ് ഷൈലോക്ക്, മിഡീവൽ യൂറോപ്പാണ്. ഇനി ഇതിനേക്കാൾ രസമുണ്ട് കേട്ടോ, ഐതിഹാസികമായ ഇത് നിങ്ങൾ ഫുള്ള് കിട്ടുകയാണെങ്കിൽ വായിച്ചോണം. ഷൈലോക്ക് ആക്ട് 3 പറയും, മറ്റത് ആക്ട് 1 ഇത് ആക്ട് 3 സീൻ 1. ഷൈലോക്ക് സേസ് ടു ബെയ്റ്റ് ഫിഷ് വിത്തൽ, ഇഫ് ഇറ്റ് വിൽ ഫീഡ് നത്തിങ് എൽസ് ഇറ്റ് വിൽ ഫീഡ് മൈ റിവെഞ്ച്. ഒരു വിലാപമാണ്, ഷൈലോക്കിന്റെ വിലാപമാണ്. He hath disgraced me and hindered my 500,000, laughed at my losses and mocked at my gains, scorned my nation, thwarted my bargains, cooled my friends, heated my enemies. Heated my enemies എനിക്ക് നല്ല വാക്കാണ്. നമ്മുടെ എതിരാളികളെ എരിവ് കയറ്റി കൊടുക്കുക. ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ ഇപ്പോൾ കാണാറുണ്ട്, ഹീറ്റഡ് മൈ എനിമീസ്. ആഹാ, ഞാനിപ്പോൾ കണ്ടെത്തിയാണ്. Heated mine enemies. And what's the reason? I am a Jew. പുള്ളി പറയാണ്, അന്റോണിയെ കുറിച്ച് തന്നെ പറയാണ്, അവൻ എന്നെ ഡിസ്ഗ്രൈസ് ചെയ്തു, എൻ്റെ 500,000 5 ലക്ഷം കൊണ്ട് കളഞ്ഞു, എൻ്റെ നഷ്ടത്തിൽ ചിരിച്ചു, എന്നെ പരിഹസിച്ചു, എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായപ്പോൾ അത് ഇതൊക്കെ ആർക്കും കിട്ടുന്നതാണ്. സ്കോൺഡ് മൈ നേഷൻ, എൻ്റെ രാജ്യത്തെ, ദൈവരാജ്യമായിരിക്കും, അതിനെ നിന്ദിച്ചു. തോട്ടഡ് മൈ ബാർഗെയിൻസ്, ഞാൻ വിലപേശൽ നടത്താൻ വരുമ്പോൾ അതിനെയെല്ലാം തട്ടിമറിച്ചു, അല്ലെങ്കിൽ അതിനെയൊക്കെ തോട്ട് ചെയ്തു. കൂൾഡ് മൈ ഫ്രണ്ട്സ്, എന്നോട് സൗഹൃദം പുലർത്തുന്നവരെല്ലാം അത്രയൊന്നും അടുപ്പണ്ട. ഹീറ്റഡ് മൈ എനിമീസ്, എന്നോട് ദേഷ്യമുള്ളവരെല്ലാം എരിവ് കയറ്റി. ആൻഡ് വാട്ട് ഈസ് ഹിസ് റീസൺ? എന്തായിരുന്നു ഇതിനെല്ലാം കാരണം? ഐ ആം എ ജ്യൂ. ഷൈലോക്ക് പറയാണ്, ഷേക്സ്പിയർ പറയുകയാണ്, ഞാനൊരു ജൂതനായതുകൊണ്ടാണ്. അടുത്താണ് അദ്ദേഹം ചോദിക്കുന്നത്, ഹാത്ത് നോട്ട് എ Jew eyes, ജൂതന് കണ്ണുകളില്ലേ? ഹാത്ത് നോട്ട് എ Jew hands, ജൂതന് കൈകളില്ലേ? ഓർഗൻസ്, ഡയമെൻഷൻസ്, സെൻസ്, അഫെക്ഷൻസ് ആൻഡ് പാഷൻസ്, അവന് വികാരമില്ലേ, ചിന്തകളില്ലേ? ഫെഡ് വിത്ത് ദ സെയിം ഫുഡ്, ഹേർട്ട് വിത്ത് ദ സെയിം വെപ്പൺസ്, ഒരേ ആഹാരം നിങ്ങളെ പോലെ കഴിക്കുന്നു. നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന ആയുധങ്ങൾ ജൂതനെയും മുറിവേൽപ്പിക്കുന്നില്ലേ? സബ്ജക്ട് ടു ദ സെയിം ഡിസീസ്, കോവിഡ് വന്നു കഴിഞ്ഞാൽ ജൂതനും ക്രിസ്ത്യാനിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഹീൽഡ് ബൈ ദ സെയിം മീൻസ്, ഒരേ ഔഷധങ്ങളാൽ രോഗഭേദമാകുന്നു. വാംഡ് ആൻഡ് കൂൾഡ് ബൈ ദ സെയിം വിന്റർ ആൻഡ് സമ്മർ, ഒരേ വേനൽക്കാലവും ഒരേ ശൈത്യകാലവും ചൂട് പിടിപ്പിക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളെപ്പോലെ തന്നെ ജൂതനും അങ്ങനെയല്ലേ? ആസ് എ ക്രിസ്ത്യൻ ഈസ്, ഒരു ക്രിസ്ത്യൻ എങ്ങനെയോ അതേപോലെ അല്ലേ? തണുപ്പ് വരുമ്പോൾ ജൂതന് പൊള്ളുമോ? അല്ലെങ്കിൽ വേനൽക്കാലത്ത് ജൂതന് AC പോലെ ഫീൽ ചെയ്യുമോ എന്നാണ് ചോദിക്കുക. ഇഫ് യു പ്രിക്ക് അസ്, പ്രിക്കസ് എന്ന് പറഞ്ഞാൽ കുത്തുക. ഡു വി നോട്ട് ബ്ലീഡ്? ഞങ്ങൾക്ക് ചോര വരില്ലേ? ഞങ്ങൾ വേറെ എന്തെങ്കിലും ജീവികളാണ്, നിങ്ങൾ ഇത്രയും നിന്ദിക്കാനും പീഡിപ്പിക്കാനും എന്നാണ് ചോദിക്കുന്നത്. ഇഫ് യു ടിക്ലസ്, ഡു വി നോട്ട് ലാഫ്? നിങ്ങൾ ഇക്ലിയൊക്കെ ഞങ്ങൾ ചിരിക്കില്ലേ? If you poison us, do we not die? വിഷം തന്നാൽ ഞങ്ങൾ മരിക്കില്ലേ? And if you wrong us, shall we not revenge? നിങ്ങൾ ഞങ്ങളോട് തെറ്റ് ചെയ്താൽ നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ചെയ്യുന്നത് പോലെ ഞങ്ങളും പ്രതികാരം ചെയ്യണ്ടേ? If we are like you in the rest, നിങ്ങളെ പോലെയാണ് മറ്റെല്ലാ കാര്യത്തിലെങ്കിലും, we will resemble you in that, അക്കാര്യത്തിലും ഞങ്ങൾ നിങ്ങളെ പോലെ ആയിരിക്കണം. എത്ര വലിയ, ഇത്രയും വാക്കുകളിൽ ഈ ജൂതൻ, മധ്യകാല യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിയുടെ കീഴിൽ ജൂതൻ അനുഭവിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് ഹീസ് ആക്ച്വലി ഹോൾഡിങ് എ മിറർ അപ് ടു നേച്ചർ എന്നാണ് പറയുന്നത്. ഷേക്സ്പിയറിനെ കുറിച്ച് പറയുന്ന ഒരു വാചകം,
ഒരു കണ്ണാടി കാണിക്കാണ്, വേറെ ഒന്നും ഷേക്സ്പിയർ ഒന്നും പറയുന്നില്ല. ഷൈലോക്കിന്റെ വരികളാണ്. ഞങ്ങൾക്ക് കണ്ണുകളില്ലേ, ഞങ്ങളെ കുത്തിയാൽ ബ്ലഡ് വരില്ലേ. ഐ മീൻ ദിസ് ഇസ് ഇനഫ്. എനിക്കൊരു വേണമെങ്കിൽ ഒരുപാട് സംസാരിക്കാം, പക്ഷെ അയക്കുന്നു. അപ്പൊ ഷേക്സ്പിയറിനെ കുറിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വില്ലേനിയസ് ക്യാരക്ടറിനെ ജൂതനായിട്ട് അവതരിപ്പിച്ചുകൂടി ജൂതനെതിരെ നിന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഈ ചോദ്യം പരീക്ഷയ്ക്ക് വന്നപ്പോൾ ഞാൻ എഴുതിയത് നേരെ തിരിച്ചാണ്. ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഷേക്സ്പിയർ ഷൈലോക്കിനെ കൊണ്ട് നീയൊക്കെ എന്താണ് ജൂതനോട് ചെയ്യുന്നത് എന്ന് എലിസബത്തൻ സൊസൈറ്റിയോട് പറയുകയായിരുന്നു. കാരണം 13-ാം നൂറ്റാണ്ടിൽ 1290 ദ ഈഡിക്റ്റ് ഓഫ് എക്സ്പൾഷൻ എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കി ഇംഗ്ലണ്ടില്, UK. ഒഫീഷ്യലി എക്സ്പെൽഡ് ഓൾ ജ്യൂസ്. ഇംഗ്ലണ്ടിൽ മാത്രമല്ല, അതിന് മുന്നേ ഇത് തന്നെ. ജൂതനെ വേണ്ട, അവർക്ക് പബ്ലിക് എന്തെങ്കിലും ഒരു മോഷണം ഒരു സ്ഥലത്ത് നടന്നാൽ അവന്റെ വീട്ടിൽ ചെല്ലുക. എന്തെങ്കിലും ഒരു പകർച്ചവാദി വരുവാണെങ്കിൽ ജൂതനാണ് കാരണം എന്ന് പറയുക. ക്ലൈമറ്റ് ചേഞ്ച് ജൂതൻ, ആഗോളതാപനം ജൂതൻ, യുദ്ധം ജൂതൻ, പട്ടിണി ജൂതൻ, എല്ലാത്തിനും കാരണക്കാരനായ ജൂതൻ. ഒരു മനുഷ്യനായിട്ട് തന്നെ അംഗീകരിക്കുന്നില്ല. അതാണ് by Shakespeare's time there were virtually no Jews in England. That's a point I would like to mention. ഷേക്സ്പിയറിന്റെ സമയമാകുമ്പോൾ ഇംഗ്ലണ്ടിൽ ജൂതന്മാർ ഏതാണ്ട് ഇല്ല, അടിച്ചു കളഞ്ഞു. Yet English populace held on to the intense abstract theological anti-Semitism. പക്ഷേ ഇംഗ്ലീഷുകാർക്ക് ആന്റിസെമിറ്റിസം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഷേക്സ്പിയർ ചെയ്യുന്നത് ക്രിസ്ത്യൻ ബിഹേവിയർ ഓഫ് ഹിസ് ഓൺ ഇംഗ്ലീഷ് ഓഡിയൻസ് വിത്തൗട്ട് ടെക്നിക്കലി ക്രിറ്റിസൈസിങ് ഹിസ് ഓൺ സോവറൻ ഓർ കൺട്രി ഡയറക്ട്ലി. കാര്യം ഇത് ഇറ്റലിയിൽ നടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ബസാനിയോ അന്റോണിയോ ഒക്കെയാണ്. അതുകൊണ്ട് രാജാവിനെയോ രാജ്ഞിയോ നോവിക്കാതെ തന്നെ ഈ സ്വന്തം സഹോദരന്മാരുടെ, സ്വന്തം സമൂഹത്തിൽ നിലനിൽക്കുന്ന ആന്റിസെമിറ്റിസത്തെ ശരിക്കും വിമർശിക്കാൻ ഷേക്സ്പിയർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വാദം. ഇനി നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുന്നു. ക്രിസ്ത്യാനിറ്റി എന്താണ് ജൂതനോട് ചെയ്തതെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ക്രിസ്ത്യാനിറ്റിക്ക് ശേഷം വരുന്ന ആളാണ് കോൾ മാക്സ്, അതായത് കാറൽ മാക്സ്. ഓക്കെ, കാറൽ മാക്സ്. ഈ 6 ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നവരുണ്ട് കേട്ടോ. എന്തായാലും ആയിക്കോട്ടെ. When Europe secularized in the 18th century and the 19th century, the religious anti-Judaism of Christianity didn't disappear. Anti-Semitism അന്നുണ്ട്. മാർക്സ് എഴുതുമ്പോൾ it simply transformed onto an economic and political prejudice. അത് മതപരമായ ആന്റിസെമിറ്റിസം അവിടെ ഉണ്ട്. ക്രിസ്തുവിനെ കൊന്നു, അങ്ങനെയൊക്കെ കുറെ സാധനമുണ്ട്. ഇപ്പൊ പുതിയൊരു സാധനം കൊണ്ടുവരികയാണ്, ജൂതനെ വെറുക്കാനായിട്ട് ഒരു പുതിയൊരു ഉടായ്പ സാധനം കൊണ്ടുവരികയാണ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രിജുഡീസ്. എന്താ കാര്യം? മാർക്സിസം ബ്ലെയിംഡ് them for inventing and embodying the spirit of capitalism. ക്യാപിറ്റലിസത്തിന്റെ ആത്മാവ് അതെവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? അതൊരു ജൂതനിൽ കണ്ടെത്താൻ കഴിയും. ഇതായിരുന്നു മാർക്സിസത്തിന്റെ അടിസ്ഥാനം. എന്തൊക്കെയാണ്? ഗ്രീഡ്, പ്രോഫിറ്റ്, സെൽഫ് ഇൻട്രസ്റ്റ്, മണി. മണി മണി എന്ന് പറഞ്ഞാൽ വെറും നശിച്ച സാധനം അല്ലേ? അല്ലേ? പണം വേണോ? വേണം. ഈ മാർക്സിസം നമ്മളോട് പഠിപ്പിക്കുന്നത് ആക്ച്വലി സമ്പത്തുണ്ടാകുക എന്നുള്ളത് വളരെ മോശമായ ഒരവസ്ഥയാണ് എന്നാണ്. സമ്പത്തിന് ആഗ്രഹിക്കുന്നത് മാനസികമായ ഒരു ജീർണാവസ്ഥയാണ് എന്നാണ്. സമ്പത്തുള്ളവനെ കാണുമ്പോൾ ചൊറി വരണം എന്നുള്ളതാണ്. ഇത്ര മാനവിക വിരുദ്ധമായ ഒരാശയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാധാരണ മതങ്ങളെല്ലാം അതേപോലെ തന്നെയാണ്. ഒരു സമ്പത്തുള്ള ഒരാളെ, അയാൾ നല്ലവനായിക്കോട്ടെ മോശമുള്ള ആളായിക്കോട്ടെ, അയാളുടെ കഴുത്ത് വെട്ടി നടുറോഡിൽ കൊണ്ട് വെക്കണം എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തത്വം ഉണ്ടെങ്കിൽ ഒന്നാലോചിച്ച്. അയാളുടെ എന്താ കുറ്റം? അയാളുടെ പത്തായത്തിൽ നെല്ലുണ്ട്. നെല്ല് വേറെ ഏതെങ്കിലും രീതിയിൽ ചോദിച്ചു തരുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അല്ല, ഇതൊക്കെ ഒരു പാഠമാണ്. അപ്പൊ പത്തായത്തിന് നെല്ല് വേണ്ടേ? ഇല്ല, നെല്ലും വേണ്ട പത്തായവും വേണ്ട, പിന്നെ എങ്ങനെ ജീവിക്കും? അത് അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഈ ക്യൂബകളും സോമാലികളും ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത് ഈ ബ്രൂണോ ബോർ എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. പുള്ളി ഒരു ക്രിസ്തു ഒരു മിത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഒരു ക്രിസ്ത്യൻ പകുതി വിട്ടും ഈ എന്താ പറഞ്ഞേ, ഈ ഡോർ സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന ആളാണ്. ക്രിസ്ത്യാനിറ്റി വിമർശനം. അന്നത്തെ കാലത്തിൽ മാർക്സിനേക്കാൾ മുന്നേ ജനിച്ച ആളാണ്. 1809 മാർക്സ് ജനിച്ച 1818.
അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു ചർച്ച ആയിട്ടാണ് നമ്മൾ ഈ സർ ജുഡൻ ഫ്രേഗെ അല്ലെങ്കിൽ ഓൺ ദ ജൂയിഷ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സാധനം, ഒരു ട്രീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ലേഖനം വരും. അതിനകത്ത് ഇവരുടെ വാദങ്ങൾ ഇതാണ്. ഞാൻ ബ്രൂണോ ബോർ വേഴ്സസ് കാൾ മാക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് നോക്കുക. ബ്രൂണോ പറഞ്ഞ ഇതാണ്: ജൂസ് ഷുഡ് ഗീവ് അപ്പ് ജുഡായിസം ടു ബി ഇമാൻസിപ്പേറ്റഡ്. ജൂതന്മാർക്ക് മോചനം വേണമെങ്കിൽ അവർ ജുഡായിസം കൈയൊഴിയണം. അപ്പം മാക്സ് പറഞ്ഞു അല്ല, ജൂസ് ക്യാൻ റിസീവ് ഈക്വൽ റൈറ്റ്സ് വിത്തൗട്ട് ഗിവിംഗ് അപ്പ് ജുഡായിസം. ജുഡായിസം ഇല്ലാതെ തന്നെ അവർക്ക് ഈക്വൽ റൈറ്റ്സ് കിട്ടും. അപ്പോൾ അവർക്ക് ഈക്വൽ റൈറ്റ്സ് ഇല്ല എന്നും അവർക്ക് ഇമാൻസിപ്പേഷൻ ഇല്ല എന്നും ഈ രണ്ട് തമ്മിലുള്ള ഡിബേറ്റിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ ബോർ പറഞ്ഞത് നിങ്ങൾ മതം കൈവിട്ടാൽ മതി, അപ്പോഴത്തേക്ക് മതം കൈവിടുകയോ ക്രിസ്ത്യാനിറ്റി ചേരുകയോ, അതാണ് എൻ്റെ അർത്ഥം. അപ്പൊ മാക്സ് പറഞ്ഞ് അതിന്റെ ആവശ്യമില്ല. മാക്സ് ഒപ്പിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയോ. ചിലർ പറയാറുണ്ട് മാക്സ് ആന്റി സെമിറ്റിക് ഒന്നും അല്ല. ബുദ്ധിപരമായിട്ട് നിങ്ങളുടെ എല്ലാ ബുദ്ധിയും നിങ്ങൾ കൂർപ്പിച്ചു വെക്കും. അദ്ദേഹം പറഞ്ഞു ജുഡായിസം വിടേണ്ട കാര്യമൊന്നുമില്ല. ഇമാൻസിപ്പേഷൻ, ഈ ഇമാൻസിപ്പേഷൻ എന്നുള്ള ആശയം വളരെ രസമാണ്. മോചനമാണ്. മോചനം എന്ന് പറയുമ്പോൾ നിങ്ങൾ തടവിലായിരിക്കണം. ആദ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾ തടവിലാണ് എന്നാണ്. തടവിലാണെന്ന് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇമാൻസിപ്പേഷന് വേണ്ടി നിങ്ങളെ നയിക്കാൻ കഴിയും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരങ്ങൾ നിങ്ങളെ കൊണ്ട് നയിക്കാൻ കഴിയും. അപ്പൊ ആദ്യം നിങ്ങളെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഇനി ബോർ പറഞ്ഞ റിലീജിയൻ ഇസ് ദ മെയിൻ ഒബ്സ്റ്റക്കിൾ, ഏറ്റവും വലിയ തടസ്സം മതമാണ്. പക്ഷെ മാക്സ് പറയുന്നു, ഈ ആർട്ടിക്കിളിൽ മൊത്തം പറയുന്നത് ദ ഡീപ്പർ ഒബ്സ്റ്റക്കിൾ ഇസ് എ സ്ട്രക്ചർ ഓഫ് ബൂർഷ്വാ ക്യാപിറ്റൽ സൊസൈറ്റി. മതമല്ല പ്രധാന പ്രശ്നം, ഈ ബൂർഷ്വാ സൊസൈറ്റിയാണ്. ഇതാണ് മാക്സ് എന്നത് പറയുന്നത്. ബോർ പറയുന്നു അസിമിലേഷൻ ഇൻ ടു എ സെക്കുലർ സ്റ്റേറ്റ്, ഒരു മതേതര സമൂഹത്തിലേക്ക് അലിഞ്ഞു ചേർന്നാൽ മതി, ജൂതന്റെ പ്രശ്നം തീരും. മാർക്സ് പറയുന്നത് അങ്ങനെ അല്ലല്ല, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൊസൈറ്റി ബിയോണ്ട് ക്യാപിറ്റലിസം, ക്യാപിറ്റലിസത്തിന് അപ്പുറമുള്ള ഒരു സോഷ്യൽ സമൂഹം വന്നാലേ ജൂതൻ രക്ഷപ്പെടും. ഇതാണ് ഈ വാദം. ഈ ഒരു ചർച്ചയാണ്. ഈ ചർച്ചയിൽ മാക്സ് ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങൾ നോക്കണം. ഒരു വാചകമാണ്, മണി ഈസ് എ ജലസ് ഗോഡ് ഓഫ് ഇസ്രയേൽ. മണി മോശമാണ് മാക്സിസത്തിൽ, മണി പാടില്ല. അപ്പം ജൂതന്റെ ദൈവം എന്ന് പറയുന്നത് കാശാണ് എന്ന് പറയുമ്പോൾ ജൂതനെ കുറിച്ചുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പാണത്. ആ സ്റ്റീരിയോ ടൈപ്പിനെ വെപ്പണൈസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് മാക്സ്. എന്താ ക്രിസ്ത്യാനിയുടെ ദൈവം? എന്തിനാണ് ജൂതൻ ഇല്ലാതെ തന്നെ ഈ കാര്യം പറഞ്ഞൂടെ? മണി മോശമാണ്, അത്രേ ഉള്ളൂ. എന്നിട്ട് ജൂതന്റെ ദൈവം മണിയാണ് എന്ന് പറയേണ്ട കാര്യം എന്താണ്? അപ്പൊ ജൂതനെ കുറിച്ച് ഓൾറെഡി ആ സമൂഹത്തിൽ നിലവിലിരിക്കുന്ന ഒരു വിദ്വേഷവും ഒരു വിവേചനവും ഒക്കെ അത് വെച്ചുകൊണ്ടൊരു സ്റ്റീരിയോ ടൈപ്പ് ഉദാഹരണം എടുത്ത് കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്നൂടെ നോക്കണം. പിന്നെ അദ്ദേഹം പറയുന്നത് വാട്ട് ഈസ് ദ വേൾഡ് റിലീജിയൻ ഓഫ് ജൂ? ഹക്സ്റ്ററിങ് എന്ന് വെച്ചാൽ ഹാഗ്ലിംഗ്, കൊമേഴ്സ്, ട്രേഡ്. ഹക്സ്റ്ററിങ്ങിന് ഒരുപാട് അർത്ഥമുണ്ട്. എന്നാലും വാട്ട് ഈസ് ഹിസ് വേൾഡ്ലി ഗോഡ്? മണി. മണി ഈസ് ദ ജലസ് ഗോഡ് ഓഫ് ഇസ്രായേൽ ഇൻ ദ ഫേസ് ഓഫ് വിച്ച് നോ അതർ ഗോഡ് മേ എക്സിസ്റ്റ്. അവന് വേറെ ദൈവങ്ങളൊന്നുമില്ല, അവന് കാശിന് വേണ്ടി ജീവിക്കുന്നവര്, കാശുണ്ടാക്കുന്നവര് ഏറ്റവും മോശം മനുഷ്യരാണെന്നാണ് മാക്സ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചൂഷണം എന്ന അർത്ഥം. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളുടെ കയ്യിൽ വ്യത്യസ്തമായ പോക്കറ്റിൽ പൈസ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ പൈസ ഉള്ളവനാണ് ഏറ്റവും ചൂഷകൻ. കാരണം അതാണ്, ഇന്ന് പൈസ ഒന്നും എടുക്കാതെ ഞാനാണെങ്കിൽ UPI ആണ്, അപ്പൊ ഞാൻ അടിപൊളിയാണ്, എൻ്റെ കയ്യിൽ പൈസ. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സാധനം. ഓക്കെ, റൈറ്റ്. ഞാനൊരു തമാശയായിട്ട് പറഞ്ഞെടുത്താണ്. ഇനി ദ സോഷ്യൽ ഇമാൻസിപ്പേഷൻ ഓഫ് ദ ജൂ ഈസ് എ ഇമാൻസിപ്പേഷൻ ഓഫ് സൊസൈറ്റി ഫ്രം ജുഡായിസം. മാക്സ് എഴുതി വെച്ചാണ്. ഇതിനെക്കുറിച്ച് മാർസിസ്റ്റുകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും കിടന്ന് ന്യായീകരിക്കാറുണ്ട്. പുള്ളി പറഞ്ഞ എന്താണ്? സോഷ്യൽ ഇമാൻസിപ്പേഷൻ ഓഫ് ജൂതന്റെ സാമൂഹ്യ മോചനം എന്ന് പറയുന്നത് ഇമാൻസിപ്പേഷൻ ഓഫ് സൊസൈറ്റി ഫ്രം ജുഡായിസം, സമൂഹത്തെ ജുഡായിസത്തിൽ നിന്ന് മോചിപ്പിക്കണം. നിങ്ങൾക്ക് തലയുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കുക, എന്താ എൻ്റെ അർത്ഥം? ജുഡായിസത്തിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കണം, അതേ വാക്കുകളാണ്. എന്താ ഈ ജുഡായിസം? പറയുന്നത് അത് ജുഡായിസം, ജൂ എന്ന് പറഞ്ഞ റിലീജിയൻ അല്ല. ഓക്കെ, പിന്നെന്താ? അത് ക്യാപിറ്റലിസം ആണ്. അതായത് ക്യാപിറ്റലിസം ഈസ് ഈക്വൽ ടു ജുഡായിസം. അപ്പോൾ ക്യാപിറ്റലിസം മോശം സാധനമാണ് മാക്സിന്. ലോകത്ത് പട്ടിണി മാറ്റിയ കാര്യമായിരിക്കും, ലോകത്തിന്റെ ഐശ്വര്യത്തിനും സമ്പത്തിനും ഒക്കെ അടിസ്ഥാനമായിരിക്കാം. പക്ഷെ മാക്സിന് ക്യാപിറ്റലിസം ലോകത്തെ ഏറ്റവും വലിയ ഈവിളാണ്. അപ്പോൾ ജുഡായിസത്തെ മാർക്സിസമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ജൂസിനെതിരെയുള്ള ഏറ്റവും വലിയ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു നീക്കമാണ് ശരിക്കും മാർക്സ് നടത്തിയെന്ന് നമുക്ക് കാണാൻ കഴിയും.
അതിന് മാർക്സിസ്റ്റ് സൈദ്ധാന്തികന്മാർ പറയാറുണ്ട്, മാർക്സ് വാസ് യൂസിങ് ജുഡായിസം ആസ് എ ഷോർട്ട് ഹാൻഡ് ഫോർ കമേഴ്സ്യലിസം, മണി റിലേഷൻ ആൻഡ് ബൂർഷാസി, സെൽഫ് ഇൻട്രസ്റ്റ്. അതിനൊക്കെ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ജൂതന്മാർക്കെതിരെ അല്ല. ഫാക്ട് എന്താണ്? ദ ഡിസ്റ്റിങ്ഷൻ ഡസ് നോട്ട് ഫുള്ളി അബ്സോൾവ് ദ ടെസ്റ്റ് ബിക്കോസ് മാർക്സ് റിപ്പീറ്റഡ്ലി ഐഡന്റിഫൈ ദോസ് ട്രേറ്റ്സ് വിത്തിൻ ജുഡായിസം ആൻഡ് ജൂസ്. ജുഡായിസം ഉള്ളത് ജൂതന്മാരിലാണ്. ആ ജുഡായിസം എന്ന് പറയുന്ന ക്യാപിറ്റലിസം ആണ്. അതാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ ഈവിള്. അപ്പൊ ജൂതന്മാർ ഈവിളല്ലേ? നിങ്ങൾ ഉദാഹരണമായിട്ട് പിന്നെ ബക്കറ്റ് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനകത്ത് കുട്ടി ഉണ്ടെങ്കിലോ, കുട്ടി ബക്കറ്റ് ഇരിക്കല്ലേ? ഈ ജുഡായിസവും ജൂതനും ഇൻസെപ്പറബിൾ അല്ലേ? അപ്പൊ ഫലത്തിൽ ജൂതനെതിരെയാണ് പുള്ളി ഈ ആന്റിസെമറ്റിസം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീനൊക്കെ വരുമ്പോൾ അറിയാതെ, കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ അവർ മാറി ചിന്തിക്കും, എന്നാലും അറിയാതെ പോലും ബൈ ഡോക്ട്രിൻ ഈ ദ സോ കോൾഡ് ലെഫ്റ്റ് ഇസ്രായേൽ ടെറർ സ്റ്റേറ്റ് ആണെന്നും ജൂതന്മാർ അതാണെന്നും ഇതാണെന്നും ഒക്കെ പറയുന്നതിന്റെ കാര്യം, ഈ മാർക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റലി ബൈ ഡോക്ട്രിൻ ആന്റിസെമറ്റിക് ആണ്, ലൈക്ക് ക്രിസ്ത്യാനിറ്റി. നോക്കൂ, even if Marx's ultimate target was capitalism, he chose to describe capitalism using imaginary stereotypes associated with it. Stereotypes ഉപയോഗിച്ച്, അതാണ് പ്രശ്നം. സ്റ്റീരിയോടൈപ്പ് എന്താണെന്ന് അറിയാമല്ലോ, ഈ സദസ്സിനോട് ഞാൻ പറയേണ്ട കാര്യമില്ല. The worldly basis of Judaism is practical need and self-interest. ഇത് ഇദ്ദേഹത്തിന്റെ വാക്കുകളാണ്, അതേപടി ഞാൻ എടുത്തിരിക്കുക, മാർക്സ് എഴുതിയതാണ്. അതായത് ജുഡായിസത്തിന്റെ ബേസിസ് എന്താണെന്നറിയോ? ക്രിസ്ത്യാനിറ്റിയുടെയോ ഇസ്ലാമിന്റെയോ ഹിന്ദുയിസത്തിന്റെയോ ഒന്നുമല്ല. പ്രാക്ടിക്കൽ നീഡ്, പ്രാഗ്മാറ്റിസം, പ്രായോഗികവാദവും സെൽഫ് ഇൻട്രസ്റ്റും. സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം? സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്നത് സെൽഫിഷ്നെസ് എന്നാണ്. സെൽഫിഷ്നെസ് അല്ല സെൽഫ് ഇൻട്രസ്റ്റ്. സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡം സ്മിത്ത് സെൽഫ് ഇൻട്രസ്റ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ട്, സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറച്ചി വെട്ടുകാരൻ എന്തുകൊണ്ടാണ് മാംസം വിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാംസം വിൽക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണോ? ആ രക്തവും ആ ചലവും ആ വൃത്തികേടും ഒക്കെ അതിലൂടെ തൻ്റെ സമൂഹം അങ്ങനെ വരണമെന്നുള്ളത് കൊണ്ടാണോ? അല്ല. അവൻ നോക്കുമ്പോൾ അവന് പറ്റുന്ന ഒരു പണിയാണ്, അവന് സമ്പത്തുണ്ടാക്കാം, എല്ലാവരെയും വയറ് നിറയ്ക്കാനല്ല അവൻ ചെയ്യുന്നത്. അവന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വസ്ത്രം വേണം, തുണി വേണം, ആഹാരം വേണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം, ഔഷധം വേണം. ഇതിനൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഉപയോഗിക്കും. അതുകൊണ്ട് അവന്റെ ഇൻട്രസ്റ്റിൽ അവൻ പ്രവർത്തിക്കുന്നു. പച്ചക്കറിക്കാരൻ നിങ്ങളുടെ തക്കാളി വായിൽ കിട്ടാനായിട്ടൊന്നും അല്ല ചെയ്യുന്നത്, അവൻ അവന്റെ പണി ചെയ്യുന്നു. ഒരാൾ പഠിപ്പിക്കുന്നു, ചിലർ പാട്ടുപാടി പൈസ ഉണ്ടാക്കുന്നു. ഇതൊക്കെ അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിലാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ചെയ്യുമ്പോൾ സമൂഹം ഇങ്ങനെ അന്യോന്യം ആവശ്യങ്ങളും അവസരങ്ങളും ഉണ്ടായും നിറവേറ്റിയും മുന്നോട്ട് പോകും. ഇതാണ് സെൽഫ് ഇൻട്രസ്റ്റ്. എല്ലാവരും സെൽഫ് ഇൻട്രസ്റ്റിൽ പ്രവർത്തിച്ചാൽ മതി. സബ്ജക്റ്റഡ് ടു ലോസ് ഓഫ് ദ കൺട്രി, സബ്ജക്റ്റഡ് ടു പബ്ലിക് മൊറാലിറ്റി, സബ്ജക്റ്റഡ് ടു പബ്ലിക് ഹെൽത്ത്. എല്ലാവരും സെൽഫ് ഇൻട്രസ്റ്റിൽ നിങ്ങളെ നോക്കിയാൽ മതി, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഓക്കെയാണ്. ഇപ്പൊ രജിസ്റ്റേർഡ് അവിടെ വന്നിരിക്കുന്നു, ഫിറ്റാണ്. അപ്പൊ പുള്ളി വീണ് കിടക്കുക, ഞാനും വീണ് കിടക്കുക. പുള്ളിക്ക് എന്നെ പൊക്കാൻ പറ്റുമോ? പുള്ളിക്ക് എന്നെ പൊക്കാൻ പറ്റണമെങ്കിൽ പുള്ളി നിൽക്കണം. നിൽക്കുന്ന ഒരാൾക്ക് തറ കിടക്കുന്ന ഒരാളെ പൊക്കാൻ പറ്റൂ. ഞാൻ എൻ്റെ കാര്യം നോക്കി എൻ്റെ കാര്യമെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു യൂണിറ്റ് കേപ്പബിൾ ഓഫ് ഹെൽപ്പിംഗ് അതർ പീപ്പിൾ ആവും. മറ്റുള്ളവരെ സഹായിക്കാൻ ശേഷിയുള്ള ഒരു യൂണിറ്റ് ആയി. ഞാൻ എൻ്റെ കാര്യം നോക്കിയില്ലെങ്കിൽ കരളമൊക്കെ വാട്ടി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ എന്നെ പോക്കാൻ ആളുകൾ വേണ്ടി. സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഗുണകരമായ ഒരാശയമാണ്. സെൽഫ് ഇൻട്രസ്റ്റ്, കരുണയില്ല, ദയയില്ല, എമ്പതി ഇല്ല, ചുമ്മാ പോടെ. ഇതൊന്നും അല്ല സെൽഫ് ഇൻട്രസ്റ്റ്. സെൽഫ് ഇൻട്രസ്റ്റ് ഉള്ളവനാണ് നിങ്ങൾക്ക് എമ്പതി ഉണ്ടെന്നിരിക്കട്ടെ, സെൽഫ് ഇൻട്രസ്റ്റ് നോക്കാത്തവനാണെങ്കിൽ അവന്റെ എമ്പതി അങ്ങനെ. ഞാൻ പറഞ്ഞില്ല, തറയിൽ കിടക്കുക, രണ്ടുപേര് തറയിൽ കിടക്കുക, കണ്ടിട്ടില്ലേ? ഓടയിലൊക്കെ കിടക്കുന്നുണ്ടല്ലേ ചില സമയങ്ങളിൽ. അളിയ നീ എവിടെ, അളിയ ഞാൻ ഇവിടെ. രണ്ടെണ്ണം ആർക്കും പരസ്പരം സഹായിക്കാൻ കഴിയുന്നില്ല. രണ്ടെണ്ണത്തിനും പൊങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ആരവനെ പൊക്കും? മൂന്നാമതൊരുത്തൻ വരണം. സ്വന്തം കാര്യം നോക്കുന്ന മൂന്നാമതൊരുത്തൻ വന്നെങ്കിലേ അവനെ രണ്ടെണ്ണത്തെയും പൊക്കാൻ പറ്റൂ. സെൽഫ് ഇൻട്രസ്റ്റ് ഞാൻ ആരെങ്കിലും സെൽഫിഷ്നെസ് അല്ല. സെൽഫ് ഇൻട്രസ്റ്റ് നോക്കുന്നവന് മാത്രമേ സ്വയം സഹായിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും കഴിയും. അവന് എമ്പതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ പ്രയോഗിക്കണമെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് വേണം. അതിനാണ് മാർക്സ് പറഞ്ഞതെന്നറിയോ? ദ വേൾഡ്ലി ബേസിസ് ഓഫ് ജുഡായിസം ഈസ് പ്രാക്ടിക്കൽ നീഡ് ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ്. എന്ന് വലിയ കുറ്റം പോലെ പറയാണ് പുള്ളി. ആ കുറ്റമാണെന്ന് അന്നത്തെ സമൂഹത്തോട് പറയുകയാണ്. ഇന്ന് കേരളത്തിൽ പറഞ്ഞാലും അത് വില പോകുമെന്ന് എനിക്ക് തോന്നുന്നു. സെൽഫ് ഇൻട്രസ്റ്റ് ഒക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ മനസ്സ് എങ്ങനെയാണ്? പ്രബുദ്ധ മനസ്സാണ്.
അപ്പോ എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ. മാക്സ് could have criticized capitalism directly without identifying it with Judaism. ജുഡായിസമായി ബന്ധപ്പെടുത്താതെ മാക്സിന് ഡയറക്റ്റ് ആയിട്ട് നേർക്ക് എന്ന കാര്യം പറയാറുണ്ട് അല്ലേ? ഈ ജുഡായിസം അതാണ്, അത് ജുഡായിസത്തിൽ നിന്നുള്ള മോചനമാണ്. എന്താണ് ഈ ജുഡായിസത്തെ കയറി പിടിക്കുന്നത്? അതിന്റെ കാരണമുണ്ട്. മാക്സ് ജൂതനായിരുന്നില്ല, ആസ് പെർ റെക്കോർഡ് ജൂതനല്ല. മാക്സിന്റെ അച്ഛൻ ജൂതനായിരുന്നു. ഒരു റാബി അല്ലെങ്കിൽ റബൈ ഗുരു, ഈ ഇസ്രായേലി ഗുരു ഉണ്ടല്ലോ, കൂടിയ ഒരുപാട് താടിയൊക്കെ ഉള്ള ആളുകളുണ്ട്. ആ ഒരു പരമ്പര, മതപ്രവാചക മത പുരോഹിത പരമ്പരയിൽപ്പെട്ട ആളാണ് ഈ മാക്സിന്റെ അച്ഛൻ. മാക്സിന്റെ അച്ഛൻ ഒരു ലോയർ കൂടിയായിരുന്നു. പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ സമൂഹത്തിൽ, അന്നത്തെ ജർമ്മൻ സമൂഹത്തിൽ അവസരങ്ങളില്ല, ആരും കേസ് വരുന്നില്ല, പണമില്ല, കച്ചവടമില്ല, ബിസിനസ് നടക്കുന്നില്ല. പുള്ളി ഭയങ്കര ബുദ്ധിമുട്ടി അവസാനം പുള്ളി കൺവേർട്ട് ചെയ്യുകയാണ്, ലൂതറൻ ക്രിസ്ത്യനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്, ലൂതറനിസം കൺവേർട്ട് ചെയ്ത്. വൈഫാണെങ്കിൽ ഡച്ച് അവിടെ നിന്ന് വരുന്ന റാബിമാരുടെ കുടുംബത്തിൽപ്പെട്ട. അവർ പറഞ്ഞു എനിക്ക് പറ്റില്ല. ഒന്നത് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവർക്ക് വലിയ പറഞ്ഞ ഞെട്ടലായിരുന്നു. ഈ ഭർത്താവ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. 1817 മാക്സിന്റെ അച്ഛൻ കൺവേർട്ട് ചെയ്യുന്നത്. ഇതിന്റെ രസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മ കൺവേർട്ട് ചെയ്യല്ല, ഷീ റിവോൾട്ടഡ്, ഷീ റെസിസ്റ്റഡ് ഫോർ ഹൗ മെനി ഇയേഴ്സ്? 7 years. അവർക്ക് 9 കുട്ടികളുണ്ടായിരുന്നു. 2 പേര് പോയി. അതിൽ 7 കുട്ടികളുടെയും ബാപ്റ്റിസവും കഴിഞ്ഞ് സ്വന്തം മാതാപിതാക്കൾ മരിച്ചതിന് ശേഷമാണ് മാക്സിന്റെ അമ്മ കൺവേർട്ടഡ് ആവുന്നത്. സ്വയം ശപിച്ചുകൊണ്ടും പഴിച്ചുകൊണ്ടും പൂർവ്വ പിതാക്കന്മാരോട് മാപ്പിരുന്നുകൊണ്ടുമാണ് ആ സ്ത്രീ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നത്. ആ ഒരു ട്രോമ എന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ മാക്സ് ജനിച്ചപ്പോഴേ ലൂതറൻ ക്രിസ്ത്യൻ ആണോ? അല്ല. 7ാമത്തെ വയസ്സിലോ 6ാമത്തെ വയസ്സിലോ ആണ് ബാപ്റ്റിസം. അതുവരെ എന്തോ ഒരു പീരീഡാണ്. മാക്സിന്റെ കൂടെ തന്നെ 6 കുട്ടികൾ ഒരുമിച്ചാണ് ബാപ്റ്റിസം നടക്കുന്നത്. എല്ലാം കൂടെ വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. പക്ഷെ പ്രശ്നം ഇതൊന്നുമല്ല. മാക്സിന്റെ അച്ഛൻ ജൂതനായിരുന്നു, അമ്മ ജൂതയായിരുന്നു, 2 പേരും കൺവേർട്ട് ചെയ്തു. പക്ഷെ മാക്സ് ജൂതനല്ലാതാകുമോ? 2 ജൂതർക്ക് പിറന്ന മാക്സ് ജനിക്കുന്നതിന് മുമ്പ് അച്ഛൻ കൺവേർട്ടഡ് ആയി. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാൾ പോയി കൊടുക്കും. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിന്റെ മേൽ ജൂതനാണ് എന്നുള്ള, നീ ജാതിയെ കുറിച്ച് പറയില്ല, നീ ജാതി എന്ന് മാറിയാലും ജാതി നിന്നെ വിട്ടു പോവില്ല എന്നൊക്കെ പറയാറില്ല. See the point? മാക്സിന് അങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. മാക്സ് പറഞ്ഞു ഞാൻ സെക്കുലർ ആണ്. മാക്സിന്റെ മക്കളെ ആരെയും ബാപ്റ്റൈസ് ചെയ്തിട്ടില്ല. 3 മക്കളെയും ബാപ്റ്റൈസ് ചെയ്തിട്ടില്ല, വേറെ അല്ലാത്തവരെ ഒന്നും ബാപ്റ്റൈസ് ചെയ്തിട്ടില്ല. പക്ഷെ ജൂതനാണ് മാക്സ് എന്നുള്ള രീതിയിൽ പല രീതിയിലും ആളുകൾ യവനിലെ കൺവേർട്ട് ചെയ്ത പിന്നെ തങ്കപ്പന്റെ മകൻ എന്ന് പറയുന്നു. അല്ല, അത് അച്ഛൻ അങ്ങനെ അന്ന് കൺവേർട്ട് ചെയ്ത്, ഞാൻ മറ്റേ ഇതിനകത്തുണ്ട്. അതൊക്കെ ശരിയാണ്. ഇവിടെ ആണെങ്കിൽ വേറെ സൗകര്യമുണ്ട്, കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് റീകൺവേർട്ട് ചെയ്യാം. പിന്നെ ജോലി കിട്ടുമ്പോൾ അങ്ങോട്ട് പോവാം, ജോലി പോകുമ്പോൾ തിരിച്ചു വരാം. അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഉദാഹരണമായിട്ട് അനാർക്കിസ്റ്റ് ലൈക്ക് മിഖായൽ ബാക്കുനിയും സോഷ്യലിസ്റ്റ് ലൈക്ക് ഫെർഡിനാൻഡ് ലസല്ലെ, 2 പേരും സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, അനാർക്കിസ്റ്റ് ആണ്. അവരെന്തോ പറയും? അവർ നടത്തുന്ന പല പരാമർശങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ട് മാക്സിന്റെ ജൂത ആൻസസ്ട്രിയെ കുറിച്ച് പരാമർശിച്ച് പുള്ളിയെ എഴുത്തുന്നുണ്ട് എന്നുള്ള സത്യമാണ്. ഈ സോഷ്യലിസ്റ്റ് ആകുമ്പോൾ അങ്ങനെ ചെയ്തേ പറ്റൂ. ഒരു ഇച്ചിരി ജാതി ഒക്കെ പറയാതെ എന്തോന്ന് സോഷ്യലിസം, അനാർക്കിസവും ആവശ്യമാണ്. മാക്സിന്റെ പ്രശ്നം ജൂയിഷ് സെൽഫ് ഹേറ്റഡ് ആണ്. അതിനിപ്പോ സൈക്കോളജിയിൽ ഒരു പേരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിഫ്ലക്റ്റിംഗ് പ്രിജുഡീസ് എന്ന്. ഗ്രൂപ്പ് ഡിഫ്ലക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ സമൂഹത്തെ കുറിച്ച് ഒരു മോശം ധാരണയാണ് സമൂഹത്തിലുള്ളതെങ്കിൽ ഞാൻ ആ സമൂഹത്തിലല്ല, ഞാനത് വിട്ടു, എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഐ ആം നോട്ട് വൺ എമംഗ് ദം എന്ന് സ്ഥാപിക്കാനായിട്ട് ഓവർ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. മനസ്സിലായി? അത് ചിലപ്പോൾ ഈ വൈറ്റ് ഗിൽറ്റ് ആയിട്ടൊക്കെ വരാറുണ്ട്. പണ്ടത്തെ ആഫ്രിക്കയിലെ കറുത്തവർക്കാരെ അടിമകളാക്കി വെച്ചിരുന്നത് വെള്ളക്കാരാണ്, അതുകൊണ്ട് ചങ്ങലയിട്ടൊക്കെ നടക്കുന്ന ആളുകളുണ്ട്. ഞാൻ അതിൽപ്പെട്ടവനല്ല, ഞാൻ വലിയ എമ്പതി കിങ് ആണ്, അല്ലെ?
നമ്മുടെ നാട്ടിലൊക്കെ വേണമെങ്കിൽ ഈ ജാതി തന്നെ സവർണർ എന്ന് പറഞ്ഞ്, ഞാനൊരു സവർണനായി പോയതിൽ ഏറ്റവും ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യണോ, എൻ്റെ പിതാമഹന്മാർ എന്തുമാത്രം കുടിലതകളാണ് അവരോട് ചെയ്തത്, ചാരതിനില്ല. ഇതൊരു അപകർഷതാബോധത്തിൽ നിന്നും സ്വന്തം ആൻസസ്ട്രിയുടെ വേരുകൾ അത് വിച്ഛേദിക്കാനായിട്ടുള്ള ഒരു സോഷ്യൽ ഡിസയറിന്റെ ഭാഗമായിട്ട് ചിലർ കാണിച്ചു കൂട്ടുന്ന കാര്യം. ഓവർ കോമ്പൻസേറ്റ് ചെയ്യും, കയ്യാലെ കളച്ചിട്ട് തന്നെ അപ്പുറം പോയി ചാടിക്കളയും. അപ്പൊ സ്വന്തം ജനതയെ എതിർക്കുക, സ്വന്തം ജനതയെ അപഹസിക്കുക, അവരോട് നീതി ചെയ്യാതിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നീതി സ്വന്തം കൂടെ ഉള്ളവരോടും കാണിക്കണം, മുന്നിൽ നിൽക്കുന്നവരോടും കാണിക്കണം. നീതി സർവ്വവ്യാപിയായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജനതയെ ശിക്ഷിക്കാൻ അവകാശമില്ല, നിങ്ങളുടെ മാതാപിതാക്കളെ പീഡിപ്പിക്കാൻ അവകാശമില്ല, മറ്റൊരാളെ പീഡിപ്പിക്കാൻ അവകാശമില്ലാത്തതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജനതയെയും എന്ന് തിരിച്ചറിയാം. ഈ ഒരു തിരിച്ചറിവ്, നിസ്സാരമായൊരു തിരിച്ചറിവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല. അത് ഗാന്ധിയെക്കുറിച്ച് ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. ഗാന്ധി പറഞ്ഞു, ഹിന്ദുക്കളോട് കൊണ്ടുപോയി കഴുത്ത് നീട്ടിക്കൊടുക്കും, അവർ വന്ന് വെട്ടട്ടെ, കൊല്ലട്ടെ, അങ്ങനെയെങ്കിലും അവരുടെ അറപ്പ് മാറട്ടെ, അവരുടെ മനസ്താപം ഉണ്ടാകട്ടെ. ഇത് പറയാൻ നീ ആരാണെന്നുള്ള ചോദ്യം ചോദിക്കണം. ഒരു ജനതയോടോ ഒരു മനുഷ്യനോട് പോലും സ്വയം പോയി കഴുത്ത് നീട്ടി കൊടുക്കുമെന്ന് പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. എന്നിട്ട് പറയാം ഇത് നമ്മുടെ കൂട്ടരാണ്. എന്ത് നമ്മുടെ കൂട്ടർ? എല്ലാവരും ഒന്നാണ്. നമുക്കങ്ങനെ അവകാശമില്ല. ആർക്കെതിരെ അനീതി കാണിക്കാൻ എല്ലാവരോടും തുല്യനീതി ഉണ്ടാവും. ഈ ഒരു പോയിന്റ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. മാർക്സിന് അത് ഉണ്ടായിരുന്നില്ല, ഗാന്ധിക്ക് അത് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ക്രിസ്ത്യാനികളോട് കാണിക്കുന്ന അതേ നീതി ജൂതനോടും കാണിക്കൂ, അതേ നീതി മുസ്ലിങ്ങളോടും കാണിക്കൂ. ഈ നീതി എന്ന് പറയുന്നത് ഇങ്ങനെ സെലക്റ്റീവ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇതാണ് മാർക്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിഫ്ലക്റ്റിംഗ് പ്രിജുഡീസ് ആണ്. അതിന് ഓവർ കോമ്പൻസേറ്റ് ചെയ്യാൻ താൻ ഒരു ജൂത അതിന് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ എന്ത് ദുരിതം അല്ലേ? ചില നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയില്ല. അച്ഛൻ ഒരു കള്ളനായിരുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ പേര് പറയുമ്പോൾ അച്ഛൻ ഇപ്പം ഇല്ല കേട്ടോ എന്ന് പറയുള്ളൂ. മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭൂതകാലം. എന്നിട്ട് അതിനെ അങ്ങോട്ടെ അങ്ങനെ മറന്നാലും കുഴപ്പമില്ല, പക്ഷെ ഇത് അവരെ അങ്ങോട്ട് ആക്രമിക്കുകയാണ്. അതിന് ആ ചുമതല ആരാണ് നിങ്ങൾക്ക് തരുന്നത്? ഇനി ഇസ്ലാമിലേക്ക് വരികയാണ്. അപ്പൊ രണ്ടു കൂട്ടർ ജൂതനെ നക്കി തുടച്ചത് നമ്മൾ കണ്ടു. മൂന്നാമത്തേത് ഇപ്പോഴത്തെ ടീമുകളാണ്. ഇസ്ലാമിക സാഹിത്യം പിന്നീട് വന്നതാണ്, ക്രിസ്ത്യാനിറ്റിക്ക് ശേഷം വന്നതാണ്. അതില് തുടക്കം തന്നെ പറയാന്നുണ്ടെങ്കിൽ ഈ മക്കയിൽ നിന്ന് മുഹമ്മദ് 622 സിയില് മദീനയിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ പലരും ഉണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട 3 ഈ ജൂത ഗോത്രങ്ങളാണ്. അവരുടെ പേര് ബനു കുനൈഖ, ബനു നാദിർ, ബനു ഖുറൈഷ്യ. ഈ 3 പേരാണ്. എല്ലാത്തിലും കുറച്ച് 20,000, 50,000, 10,000, 5,000 ഇങ്ങനെയൊക്കെയുള്ള സാധനമായിരിക്കും. അവിടെ ചെന്ന് അഭയാർത്ഥിയായിട്ടാണ് ചെല്ലുന്നത്. മുഹമ്മദിനേക്കാൾ മുന്നേ തന്നെ ഈ മക്കയിൽ നിന്ന് അവിടെ പോയി അടിച്ചിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പോരെ സാർ, ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്ന കുറേ കൂട്ടരുണ്ട്. അവർക്കും പ്രത്യേകിച്ച് മതമൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വസ്ഥ ഇല്ല പറഞ്ഞോണോ, ഇനി പോരെന്ന് പറഞ്ഞ് പുള്ളിയെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ അവർ വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ ഭൂരിപക്ഷം മുഴുവൻ ജൂതരാണ്. അപ്പോൾ ജൂതരൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നമാണ്, മൊത്തം അവിടെ 360 ദൈവങ്ങളുണ്ട്, എൻ്റെ ദൈവത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആകെ. എന്തായാലും അവിടെ ചെന്നിട്ട് പുള്ളി എന്ത് ചെയ്യുന്നറിയാം, അഭയാർത്ഥിയായിട്ട് പോയ ആളെന്ത് ചെയ്തു, അവിടുത്തെ തർക്കങ്ങളിൽ ഇടപെട്ടു, മധ്യസ്ഥനായിട്ട് മെല്ലെ രാഷ്ട്രീയ എല്ലാവരും അങ്ങോട്ട് ഇരുന്നു, മെല്ലെ യുദ്ധങ്ങൾ പിടിച്ചടക്കി അവസാനം ഒരു 8 വർഷം കൊണ്ട് ഈ സാധനം മുഴുവൻ പുള്ളിയുടെ ആയിരുന്നു. ഇതാണ് മദീന ആൻഡ് മൈഗ്രേഷൻ. ഞാൻ എൻ്റെ പ്രഭാഷണം അതാണ്. ന്യൂനപക്ഷമായ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെന്ന് ആ സ്ഥലത്ത് മധ്യസ്ഥ വഹിച്ചും അത് ചെയ്തു ഇത് ചെയ്തു ബാക്കി ഫോഴ്സും ഒക്കെ ഉപയോഗിച്ച് മെല്ലെ എങ്ങനെയാണ് സമൂഹത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത്. വളരെ മിലിറ്റന്റ് മൈനോറിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഇതൊക്കെയാണ് ഇപ്പോൾ യൂറോപ്യൻ നഗരങ്ങളിൽ നടക്കുന്ന പല പൊളിറ്റിക്കൽ ഡ്രാമകളുടെയും അടിസ്ഥാനം. മുഹമ്മദ് ചെയ്തതെല്ലാം സുന്നത്താണ്. അപ്പം ഈ 3 ഗോത്രങ്ങളെയും തകർക്കുകയാണ് ശരിക്കും മുഹമ്മദ് ചെയ്തത്. പല രീതിയിലാണ് തകർത്തത്. അതിൽ ബനു ഖുറൈഷ്യ എന്ന് പറയുന്ന ഗോത്രത്തോട് ചെയ്തതാണ് ഭീകരം. 900 വരുന്ന പുരുഷന്മാരെ ഈ പറയുന്ന ഈ ഒരു കുഴി കുഴിച്ചിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ
അവര് ഈ ഖുറൈശികൾ അവിടെ വന്നപ്പോൾ അവരുടെ കൂടെ ചേർന്നെന്നോ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടെന്നോ അല്ലെ പോസ്റ്റ് ലൈക്ക് ചെയ്തെന്നോ ഒക്കെ ആയിരുന്നു പരാതി. ഡയറക്റ്റ് ആയിട്ടൊന്നുമില്ല, അവര് മറ്റേ പോസ്റ്റിൽ ലൈക്ക് ചെയ്തെന്നു മുഹമ്മദ് ഞാൻ കണ്ടു, ഇതായിരുന്നു പരാതി. വെട്ടി തീരുകയാണ്. ജൂതന്മാരിങ്ങനെ കെട്ടിവീഴുന്ന ആദ്യമല്ല, മാസക്കർ ഓഫ് മസാദ എന്ന് പറയുന്ന ഒരിതുണ്ട്. അതായത് റോമക്കാരിരുന്നപ്പോൾ ഇതേ കണക്കൊരു പർവ്വതത്തിന്റെ മേളിലേക്ക് ജൂതന്മാർ ഓടിക്കയറുന്നുണ്ട് റോമാക്കാരുടെ കാലഘട്ടത്തിൽ. അന്ന് അവിടെ ഇരുന്ന് റോമക്കാരത് വളയുന്നുണ്ട്. ആ പർവ്വതവും ആ കെട്ടിടവും ആ ഒരു കോട്ടയും വളരുമ്പോൾ ഇവന്മാർ ഇതേപോലെ അതിരാവിലെ എന്നിട്ട് സ്വയം മരിക്കുകയാണ് ജൂതന്മാർ. രാവിലെ പുരുഷന്മാർ എന്നിട്ട് മറ്റുള്ളവരെല്ലാം ആരോഗ്യമുള്ള പുരുഷന്മാരെന്ന് ബാക്കിയുള്ളവരെല്ലാം കഴുത്തരിച്ച് കൊല്ലുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം ഏതാനും പുരുഷന്മാർ മാത്രം ബാക്കി വരുന്നു, അവർ പരസ്പരം കുത്തിക്കൊല്ലുന്നു. അങ്ങനെ റോമൻ പട്ടാളം അവിടെ കയറി ചെല്ലുമ്പോൾ ഒറ്റ ജൂതൻ പോലും ജീവനില്ല. ആ രീതിയിലുള്ള മതവെറിയാണോ, സാമ്രാജ്യത്തിനെതിരെയുള്ള പ്രതിഷേധമാണോ? അതിനേക്കാൾ വലിയ സാമ്രാജ്യ വിരുദ്ധത റോമാ സാമ്രാജ്യം പോലൊരു സാമ്രാജ്യം ഇല്ലല്ലോ. അത് അവരുടെ ചരിത്രത്തിലുള്ളതാണ്. പക്ഷെ ഇത് ഇവർ ത്യാഗം ചെയ്തതല്ല, ഇവരെ വെട്ടിക്കൂട്ടിയിട്ടാണ് ബനു ഖുറൈള. അപ്പോൾ ഒരു ജനോസൈഡ് കൊണ്ട് തന്നെയാണ് മുഹമ്മദ് കാഴ്ച എന്താണ് ഒരു ജൂതനോട് ചെയ്യേണ്ടത്. കാര്യം ജൂതൻ ഈ ദൈവത്തെ അംഗീകരിക്കുന്നില്ല, മുഹമ്മദ് പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നത്. കാര്യം മുഹമ്മദ് മുഴുവൻ ഈ സാധനങ്ങൾ കോപ്പി അടിക്കുന്ന ജൂതന്മാരിൽ നിന്നാണ്. ഫുള്ള് കോപ്പി അടിച്ചിട്ട് അത് ശരി, കഥയും പുസ്തകവും പ്രയറും പിന്നെ അതും ഇതും കിബിലയൊക്കെ നിങ്ങളുടെ തന്നെ, പക്ഷെ ഞാൻ അതിനകത്ത് ഒരു പ്രവാചകനാണ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്. ജൂതന്മാർ കരുതിയിരുന്നത് മുഹമ്മദ് ജൂതമതത്തെ കുറിച്ചാണ് പറയുന്നത്. കാര്യം ബാക്കിയെല്ലാം ഒന്നാണല്ലോ, അബ്രഹാമിന് അബ്രഹാം, അതിനത് ഇതിനിത് എല്ലാം ഉണ്ട്, സെറ്റാണ്. പിന്നെ ചെറിയ മൈനർ വേരിയേഷൻ, ജിയോഗ്രഫിക്കൽ പഞ്ചായത്ത് തല വേരിയേഷൻസേ ഉള്ളൂ, കഥയെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു മുഹമ്മദ് അല്ല, നിങ്ങളുടെ കഥയും സെറ്റപ്പും ഒക്കെയാണ്, നിങ്ങളുടെ വണ്ടി ആയിരിക്കും, പക്ഷേ ഞാനാണ് ഓടിക്കാൻ പോകുന്നത്. അത് ജൂതന്മാർ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ഡ്രൈവർമാരുണ്ട്, രജിസ്റ്റേർഡ് ഡ്രൈവർമാരുണ്ട്, വേറെ പ്രവാചകന്മാരുണ്ട്. അവിടെ തുടങ്ങിയതാണ് പ്രശ്നം. അപ്പൊ തുടക്കം ഇതാണ്, ജൂതൻ വെട്ടിയരിഞ്ഞ് കിണറ്റി തള്ളുക. ഇനി ജൂത സാഹിത്യം വിട്ടിട്ട് നമ്മുടെ ഇസ്ലാമിക സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുസ്തകം എന്ന് പറഞ്ഞാൽ ഖുറാനാണ്. ഖുറാൻ നിങ്ങൾ പറയാം സുന്നത്തുകളെല്ലാം സുറകളല്ലല്ല ഹദീസുകളെല്ലാം വിടൂ. കോഴിക്കോട്ട് അങ്ങനെ ഒരു സംഘമുണ്ട്, ഹദീസുകളെല്ലാം മോശം, ഖുറാൻ അൽ ഖുറാനാണ്. എന്തിനാണ് ഹദീസ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഖുറാൻ മാത്രം മതി. ഇതെന്താന്ന് മനസ്സിലാക്കി. സൂറ അൽ മൈദയോ എന്തായാലും പോട്ടെ, 5:82. വേറെ ഉച്ചാരണം വേറെ ആയിരിക്കും. You will surely find the most intense of the people in animosity toward the believers to be the Jews and those who associated others with Allah. ഏറ്റവും the intense of people in animosity, നിങ്ങളോട് ഏറ്റവും ശത്രുതയുള്ള ജനങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ മക്കളെ? അള്ളാഹു പറയുകയാണ്, ജൂതന്മാർ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചില പറഞ്ഞ ഈ ജൂതന്മാരെ അയാൾ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ കേരളത്തിലുള്ളവരൊക്കെ പറയും ജൂതന്മാർ, ഇതാരാ ഇത്? അങ്ങനെ ഒരു ആൾക്കാരുണ്ട്. ഇവരാണ് ഇതൊരു പഞ്ചായത്തിലുണ്ടായ മതമല്ലേ? ഈ പഞ്ചായത്തൊക്കെ വിട്ട് ഇങ്ങിവിടം വരുമ്പോൾ ഇവിടെ ജൂതനില്ലല്ലോ. പക്ഷെ വളരെ കൃത്യമായിട്ട് ഖുറാനിൽ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നവനും വെറുക്കുന്നവനും ഇതാണ്. സൂറ അൽ ബഖറ 2:61, 2:85. ഖുറാൻ റിപ്പീറ്റ്ലി ക്രിറ്റിസൈസ് ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഫോർ ഡിസൊബേയിങ് മോസസ്, കില്ലിങ് ദെയർ ഓൺ പ്രോഫറ്റ്സ്. ഈ കഥയെല്ലാം കോപ്പി അടിച്ചിട്ട് വേറൊരു പരിപാടിയോടെ ചെയ്ത്, നമ്മൾ കാറൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഡ്രൈവ് ചെയ്ത് വെച്ചിട്ട് ഈ ചൂയിങ്കം ചവച്ചിട്ട് അതിനകത്ത് ഒട്ടിച്ചു വെക്കുന്ന ചില ടീമുകളൊക്കെ ഉണ്ടല്ലോ. ആ മോഡലിൽ എൻ്റെ ജൂതന്റെ കഥയും കോപ്പി അടിച്ചിട്ട് പറഞ്ഞു അതിലെ ആ മോസസ് ചെയ്ത അത്ര ശരിയായില്ല കേട്ടോ, പിന്നെ ആ പ്രവാചകന്മാരെ കൊന്നത് അത്ര ശരിയായില്ല കേട്ടോ. ഒന്നിൽ കഥ പോലെ എടുക്കണം, അതിനകത്ത് അവനെ ഒരുമാതിരി ഹെക്ലിങ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. അത് ജൂതനെതിരെയാണ്, ജൂതൻ തെറ്റുകാരനാണ് എന്നുള്ള രീതിയിൽ. മോസസ് ആണല്ലോ അവര്. ഇനി ഖുറാനിലെ സൂറ അൽ തൗബ 9:29. ഇതാണ് ലോകത്തെ ഏറ്റവും എല്ലാവരും മിക്കവാറും ഈ അൽ ഖ്വയ്ദയും ഐസിസും ഒക്കെ ഉന്നയിക്കുന്ന ഒരു സാധനമാണ്. Fight those who do not believe in Allah in the last day and do not consider unlawful what Allah and His Messenger have made unlawful, and do not adopt the religion of truths from those who were given the scripture.
until they give jizya and willingly while they are humble. ഇത്രേ ഉള്ളൂ. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും പിന്നെ അവൻ വിലക്കിയത് ഒന്നും വിലക്കപ്പെട്ടതായി കാണാത്തവരെയും അവൻ്റെ പിന്നെന്താണ് those who are given scripture അങ്ങനെയൊക്കെയുള്ള കുറേ ടീമുകളുണ്ടല്ലോ, അവരെന്ത് ചെയ്യണം? അണ്ടിൽ ദേ ഗിവ് ജിസയ, അവർ മതനികുതിയും തന്ന് രണ്ടാം കിട പൗരന്മാരായിട്ട് തല താഴ്ത്തി വിനയഗുണയന്മാരായി ജീവിക്കുന്നത് വരെ ഫൈറ്റ് ദോസ്, അവന്മാരോട് പോരാടുക. പോരാടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? glad to meet you എന്നാണോ? അല്ല, ഈ സാധനം എങ്ങനെ എഴുതി വെച്ചാൽ ഇത് പറയും, ഇത് യുദ്ധത്തിന്റെ സമയത്ത് എഴുതിയാണ്. എവിടെ ജൂതൻ അവിടെ കിടക്കുന്നു, ക്രിസ്ത്യാനി അവിടെ കിടക്കുന്നു, ഇതെന്തോ യുദ്ധമായിട്ട് ബന്ധം? അള്ളാഹുവിനെ അംഗീകരിക്കൽ യുദ്ധമായിട്ട് എന്താ ബന്ധം? യുദ്ധം കഴിഞ്ഞ് മുന്നേ ഒക്കെ ഉള്ള സംഭവമില്ലേ? സാധാരണ ഈ വളരെ ചോര വരികൾ ഖുറാനിലുണ്ടെങ്കിൽ അവർ പറയും അത് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇറക്കിയ ഒരു സാധനമാണ്, ഇന്ന് അതിന് ആപ്ലിക്കേഷൻ ഇല്ല. എന്നാൽ നീ അൽഖയ്ദക്കാരൻ്റെ ഒക്കെ പറ, അല്ലെ ഐസിസുകാരൻ്റെ ഒക്കെ പറ, ഹമാസിന്റെ ഒക്കെ പറ, ഹിസ്ബുള്ളയുടെ ഒക്കെ പറ, നമ്മളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനിത് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. ഇതെന്തോ യുദ്ധം? ഇത് പറഞ്ഞിരിക്കുന്ന ഫൈറ്റ് ദോസ്. ഇതൊരു മാത്രമല്ല, ഖുറാനിൽ എഴുതിയിരിക്കുന്ന ഒരു വരിയും യേശു പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഒന്നിൻ്റെയും വക്കോ കുത്തോ കോമയോ മാറ്റാൻ ഞാൻ വന്നിരിക്കുന്നത്, അതെല്ലാം അതേപടി നടപ്പിലാക്കാനാണ്. ഇതാണ് സെമറ്റിക് റിലീജിയന്റെ ഒരു റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ. ഒന്നും മാറ്റാൻ പറ്റില്ല, അതേപടി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് യുദ്ധത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലേ, ഇത് ഏതെങ്കിലും പിന്നെ ഒരു പണ്ഡിതൻ പറയാം ഇത് യുദ്ധ സാഹചര്യത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അൽഖയ്ദ കാണാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുണ്ട്. ഇനി ജൂതരുടെ പ്രാർത്ഥന, മുസ്ലിങ്ങളുടെ പ്രാർത്ഥന മിനിമം 17 സമയം അവർ പറയുന്നുണ്ട്. ദ ലൈൻസ് ഫ്രം ദ ഡെയിലി പ്രെയർ, ഖുറാൻ 1:6-7. ഗൈഡ് us to the straight path. അതിന്റെ അറബി രജിസിന് അറിയായിരിക്കും, എനിക്കറിയില്ല. ഗൈഡ് us to the straight path, ഞങ്ങളെ നേർവഴിയിലേക്ക് നയിക്കൂ. ദ പാത്ത് ഓഫ് ദോസ് whom you have bestowed favor, നീ അനുഗ്രഹിച്ചവരുടെ പാതയിലേക്ക്. ഞാനൊരു റഫ് ട്രാൻസ്ലേഷൻ പറയാം. നോട്ട് ഓഫ് ദോസ് who have evoked your anger, അല്ലാതെ നിന്റെ കോപത്തിന് പാത്രമായവരുടേതല്ല. who are astray, വഴി പിഴച്ചവരുടെയും. നിന്റെ കോപത്തിന് പാത്രമായവർ വഴി പിഴച്ചവർ. ആരൊക്കെയാണ് ഇവര്? കോപത്തിന് പാത്രമായവർ ആരാണെന്ന് മുസ്ലിം സാഹിത്യം അല്ലെ ഇസ്ലാമിക സാഹിത്യം നിരന്തരം എഴുതാറുണ്ട്. അത് ജൂതനാണ്. വഴി പിഴച്ചത് അത് ക്രിസ്ത്യാനിയാണ്. ഉറപ്പല്ലേ? എന്നാ അടിയാ. അപ്പോ Adi bin Hatim reported, the messenger of Allah said, those who, എന്നിട്ട് അള്ളാഹ് ഈ മുഹമ്മദിനെ തന്നെ അതങ്ങ് വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ ആരും വന്ന് വിശദീകരിക്കണ്ട, പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഹദീസിലുണ്ട്. Adi bin Hatim reported, the messenger of Allah said, those who have earned the anger are the Jews. മനസ്സിലായില്ലേ? ജ്യൂസാണ്, ജ്യൂസേ അതാണ്. And those who are led astray are the Christians. അപ്പോൾ ഈ ഒരു ദിവസം കുറഞ്ഞത് 17 തവണ ഈ റക്ക എന്നാ പറയുന്നത്. റക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പറയാം അല്ലേ? അങ്ങനെ റക്ക 10 കട്ടൊക്കെ നമ്മൾ പറയാം. എത്ര കട്ട വേണം, അത് 5 പിടി എന്നൊക്കെ പറയും, നമുക്കറിയത്തില്ല എന്താണ്. അതേ കണക്ക് ആവർത്തിക്കുന്നതിനാണ്. അപ്പോൾ 17 തവണ മിനിമം ഒരു മുസ്ലിം ഇവരുടെ മേളില് അപ്പൊ എത്ര നല്ല എന്താ പറയാ, ഹൃദയ സരസിലെ എന്ന് പറഞ്ഞൊരു പാട്ട് തന്നെ ഉണ്ട്. ഇനി ലോകത്തെ ഏക വർഗീയ മരമാണിത്. അങ്ങനെ ഒരു മരമുണ്ട് അവിടുത്തെ. ഇതൊരു ഷ്രബ് മോഡലിലുള്ള ഒരു മരമാണ്. ഇത് ഇത്രയൊക്കെ വളരുന്നത് വളരെ അപൂർവമായിട്ടാണ്. അപ്പൊ ഈ മരത്തെക്കുറിച്ച് ഖുറാൻ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ ആൻഡ്രോമീഡ ഗാലക്സിയിൽ നിന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു മരത്തെക്കുറിച്ച് പുള്ളിക്ക് കൃത്യമായ ഒരു ധാരണ. പുള്ളി പറയാണ്, സഹി മുസ്ലിമാണ്, ഇത് ഭയങ്കര സഹിയാണ്, എന്നുവെച്ചാൽ ഭയങ്കര വാലിഡേറ്റഡ് ആയിട്ടുള്ള ഹദീസാണ്. The last hour will not come until the Muslim fight against the Jew and the Muslim will kill. എന്നാണ് അന്ത്യദിനം, അവസാന ദിവസം. എന്താണ് ഫൈനൽ സ്കോർ? ഫൈനൽ വേൾഡ് കപ്പിന്റെ മുസ്ലിം ജൂതനെ ഫൈറ്റ് ചെയ്യുന്നു, അതിൽ മുസ്ലിം മരിച്ച അവസാന ദിവസം ആയില്ല, ജൂതനെ കൊല്ലുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ജൂതൻ തീർന്നെങ്കിൽ ഇതെല്ലാം സെറ്റിലാവും. മുഹമ്മദ് പറയുന്നതാണ് ഈ ഹദീസൊക്കെ ആയിട്ട് വരുന്നത്. Until the stones and the trees behind which the Jew will be hiding will say. വേറെ ദിവസത്തിനെ കുറിച്ച് വേറെ കണ്ടീഷൻ. Until the stones and the trees, കല്ലും മരവും, ഇതിന് പിന്നിൽ ഈ ജൂതൻ പോയി ഒളിച്ചിരിക്കും ഈ മുസ്ലിം ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ.
ഓ മുസ്ലിം, ഓ സെർവന്റ് ഓഫ് അള്ളാ, അല്ലയോ അള്ളാഹുവിന്റെ അടിമയെ, മുസ്ലിമേ, there is a Jew behind me, come and kill him. അവരെല്ലാം മരങ്ങളും കല്ലുകളും ഒക്കെ പറയും, പാറകളൊക്കെ പറയും, ഇങ്ങ് വാടാ, ഇവിടെ ഒരുത്ത് ഒളിച്ചിരിപ്പുണ്ട്. അള്ളാഹുവിന്റെ പ്രേരിതമായി ഈ കല്ലും മരവും ഒക്കെ അങ്ങനെ പറയും. പ്ലാവൊക്കെ ഉണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൻ അപ്പോഴേ എക്സെപ്റ്റ് ഫോർ ദ ഗർഗർ ട്രീ, ഈ ഗർഗർ ട്രീ ഉണ്ടല്ലോ, അവൻ പറയത്തില്ല, അവൻ ജൂതന്റെ ട്രീ ആണ്. അതൊരു കമ്മ്യൂണൽ ട്രീ ആണ്. അതുകൊണ്ട് ലോകത്തെ ഏക കമ്മ്യൂണൽ ട്രീ ആണിത്, ഗർഗർ ട്രീ. ഇതൊരു ഷ്രബാണ് ആക്ച്വലി. അള്ളാഹുവിന് അത് മനസ്സിലായതുകൊണ്ട് ഇവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കും. അപ്പോൾ നമുക്ക് ജൂതൻ, അന്ത്യദിനം, അവനെ കൊല്ലുക, ഇതൊക്കെ DNA-യിലുള്ള സാധനമാണ്. ഇത് തന്നെ വീണ്ടും ഷഹീഹ് അൽ ബുഖാരി 29-26 ഇതേ ട്രീയെ കുറിച്ച് പറയുന്നുണ്ട്, സെയിം താനം. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ബീൻ നരേറ്റഡ് ബൈ ഉമർ അൽ ഖത്താബ്. ഉമർ അൽ ഖത്താബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഉസ്മാന് ശേഷം വരുന്ന ഖലീഫയാണ്. That he heard messenger of Allah say, I will expel the Jews and Christians from the Arabian Peninsula and will not leave any but Muslim. അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ഞാൻ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പറപ്പിക്കും, പിന്നെ മുസ്ലിങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവൂ. അപ്പൊ ഇസ്രായേൽ അവിടെ വാഴുമോ? ഇല്ല. ഇത് എപ്പോഴാണ് മുഹമ്മദ് പറഞ്ഞത്? മുഹമ്മദ് മരിക്കുന്നതിന് തൊട്ട് മുന്നേ, 2 സെക്കൻഡ് മുന്നേ. ഇതാരാണ് കേട്ടത്? ഉമറിന്റെ രാജ്യം വരണമെന്ന് പറഞ്ഞാൽ ആരാണ്? മഹാത്മാഗാന്ധി. ഉമർ എന്ത് ചെയ്തു? ഇതങ്ങ് നടപ്പിലാക്കി, എൻഫോഴ്സ് ചെയ്തു. എങ്ങനെയാ നടക്കി നോക്കൂ. ഉമർ സിസ്റ്റമാറ്റിക്കലി റീലൊക്കേറ്റഡ് the remaining Jewish communities of Khaybar and Fadak along with the Christian settlement in Najran outward into the region like Syria and Iraq. സിറിയ ഇറാഖിന്റെ ഒക്കെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് അവിടെയുള്ള ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ക്ലീൻ ആക്കി എടുത്തു. കാര്യം എന്താണ്? മരിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് പറഞ്ഞു, ഞാൻ ഇവന്മാരെ എല്ലാം ക്ലീൻ ചെയ്തിട്ടേ പോകും. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്, ഒരു അന്ത്യാഭിലാഷം എന്ന നിലയിൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും കാണത്തില്ലേ ഒരു അന്ത്യാഭിലാഷം? ഈ അറേബ്യ ഞാൻ ക്ലീൻ ചെയ്തെടുക്കും. ചുമ്മാ അങ്ങ് പറയാണ്. ഇതിന്റെ പേരിൽ ഇവന്മാർ വാളെടുത്തുകൊണ്ട് ഇങ്ങനെ തുള്ളുകയാണ് നൂറ്റാണ്ടുകളെ. ഈ ജൂതന്മാർക്കുള്ള ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ പോഗ്രോം നിങ്ങൾ കേട്ടിട്ടുണ്ട്? പോഗ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ സാർ നിക്കോളസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ റഷ്യയിൽ ഇതേ എൻ്റയർ യൂറോപ്പിൽ ജൂതൻ ഒരു പര്യായമായിട്ട് മാറി. അവനൊരു ചിതറിക്കപ്പെട്ടവനായും ഒരു ഗട്ടോ കൾച്ചറിന്റെ ഉടമയായിട്ട് മാറി. ആ അവസരത്തിൽ എല്ലാ കുറ്റങ്ങളും ജൂതനിൽ തിരുത്തുകയും രാജ്യത്തിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ജൂതനാണെന്ന് പറയുകയും ചെയ്യുന്നത് പലപ്പോഴും ജൂതനെതിരെയുള്ള മാസീവായിട്ടുള്ള അറ്റാക്കുകൾക്കും ശുദ്ധീകരണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അതിനെയാണ് പോഗ്രോം എന്ന് പറയുന്ന റഷ്യൻ വാക്ക്. പോഗ്രോം, പ്രോഗ്രാം അല്ല, പോഗ്രോം. ഓക്കെ, ഇത് റഷ്യയിലാണ് തുടങ്ങുന്നത്. ഇത് തുടങ്ങുന്നത് വളരെ രസകരമായൊരു കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ദ പ്രോട്ടോകോൾ ഓഫ് എൽഡേഴ്സ് ഓഫ് സയൻ അല്ലെങ്കിൽ സിയോൺ എന്നൊരു ട്രീറ്റിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഒരു ആർട്ടിക്കിളിനെ കുറിച്ച്, ഒരു ബുക്കിനെ കുറിച്ച്. ഈ ബുക്കാണ് കഴിഞ്ഞ 100 വർഷമായിട്ട് ലോകം നിയന്ത്രിക്കുന്നത്. ഈ ബുക്കെന്ന് പറയുന്നത് 1903 ശരിക്കും ഈ ബുക്ക് ഇറങ്ങുന്നത്. ഞാൻ അതിൻ്റെ പല ഭാഷകളിൽ, പല രാജ്യങ്ങളിൽ, പല വേർഷൻ, പല രീതിയിലുണ്ട്. ദ പ്രോട്ടോകോൾ ഓഫ് ദ എൽഡേഴ്സ് ഓഫ് സിയോൺ, പല ഭാഷയിലും വേറെ ഇതായിരിക്കും, ദ പ്രോട്ടോകോൾ എന്നുണ്ടാവും. ഇത് ശരിക്കും ഈ കുഷവൻ അല്ലെങ്കിൽ പവേൽ കുഷവൻ എന്ന് പറയുന്ന ഒരു എഡിറ്റർ, ഒരു പത്രക്കാരൻ, ഭയങ്കര ആന്റിസെമിസ്റ്റിക് ആണ് പുള്ളി, ഭയങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യനാണ് പുള്ളി. ജനാമിയ അല്ലെങ്കിൽ നാമിയ എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്, റഷ്യയിലെ ഒരു പത്രമാണ്. പുള്ളി ഈ പത്രത്തിൽ ആണ് ആദ്യമായിട്ട് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇതൊരു ഡയലോഗ് മോഡലിലൊക്കെയാണ് വരുന്നത്. ഇത് ആക്ച്വലി എല്ലാവരും കരുതിയിരിക്കുന്നത് ഫസ്റ്റ് സയനിസ്റ്റ് കോൺഗ്രസ്, ഈ ബാസൽ സ്വിറ്റ്സർലൻഡിലെ സയനിസ്റ്റ് കോൺഗ്രസ്സിൽ നടന്ന പരിപാടികളുടെ ഒരു മിനിറ്റ്സ് ആയിട്ടാണ് പലരും ഈ ഒരു ബുക്കിനെ കാണുന്നത്. സയനിസ്റ്റുകൾ കൂടി ചേർന്ന് എങ്ങനെ ലോകം പിടിച്ചെടുക്കണം, ഇലൂമിനാറ്റി മോഡൽ, എങ്ങനെ അധികാരം വ്യാപിക്കണം, എങ്ങനെ മറ്റുള്ളവരെ തകർക്കണം സാമ്പത്തികമായും സാമൂഹ്യമായും എന്ന് സയനിസ്റ്റുകൾ യോഗം കൂടി. അന്ന് ഈ സയനിസം വന്ന സമയമാണ്. അപ്പൊ ആ യോഗത്തിന്റെ മിനിറ്റ്സും ഡിസ്കഷനും ചർച്ചയെന്നും പറഞ്ഞാണ് ഈ പ്രോട്ടോകോൾ പുറത്തിറങ്ങുന്നത്. അത് 1903 റഷ്യയിലാണ് വരുന്നത്. പിന്നെ ഇത് പറവറക്കുകയാണ്, ഇത് ലോകം മുഴുവൻ. ആക്ച്വലി ഇത് 100% ഫേക്ക് ആണ് സാധനം.
ഇതിനകത്തുള്ള പലതും ഡയലോഗ് ഇൻ ഹെൽ എന്ന് പറയുന്ന ഒരു സറ്റയർ ഉണ്ട്, ഒരു ഫ്രഞ്ചുകാരൻ എഴുതിയാണ്. അത് ദൈവവും എനിക്കൊന്ന് മോണ്ടസ്കോ ആണെന്ന് തോന്നുന്നു ആയിട്ടുള്ള ഒരു ചർച്ചയാണ്. ആ ചർച്ചയിലെ പേര് വെക്കാതെ ഈ ഡയലോഗ് എല്ലാം ഇതിനകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കമ്മിറ്റി ചർച്ച ചെയ്യുന്ന ആൾക്കാണ്. പിന്നീടാണ് അറിയുന്ന ഒരു ഫ്രഞ്ച് സറ്റയറിലെ എല്ലാ സാധനങ്ങളാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. വേറെ അവിടുന്ന് ഒക്കെ ബുക്കുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു ടോട്ടലി ആർട്ടിഫിഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഇത് വായിച്ചിട്ട് നോക്കൂ, ജൂതന്മാർ അവര് ലോകം കീഴടക്കാൻ പോവുകയാണ്, ഇലൂമിനാറ്റി പോലെ അവര് സാമ്പത്തികമായിട്ട് ഇത് ചെയ്യാൻ പോവാണ്, അവർ അത് പിടിച്ചെടുക്കും, ഇത് പിടിച്ചെടുക്കും, അവരാണ് എല്ലാത്തിനും കാരണം, അവർ അട്ടിമറി, അവർ യുദ്ധം ഉണ്ടാക്കാൻ പോകുന്നു, അവർ ബാങ്കിങ്, അവരാണ് അതിന്റെ പിന്നിൽ. ഇലൂമിനാറ്റി ഇല്ലേ, ഇതേ സാധനം തന്നെ. പക്ഷെ ഇലൂമിനാറ്റി നമ്മളൊരു രസമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ ബുക്ക് അങ്ങനെയല്ല. ഈ ബുക്ക് വെച്ചാണ് ജൂതന്മാർ ലോകത്തിന് ഭീഷണിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 1921 ടൈംസ്, ലണ്ടൻ ടൈംസ് മാഗസിനിലാണ് ഇതാണ് കാണുന്നത്. ഇതിനകത്ത് ആദ്യം തന്നെ ദ ജൂയിഷ് പെരിൽ എക്സ്പോസ്ഡ് എന്നും പറഞ്ഞ് കാണുന്നുണ്ട്. ഈ ബുക്ക് ഫ്രാഡുലന്റ് ആണ്, ഫേക്ക് ആണ് എന്ന് 1920 മുന്നേ തന്നെ യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം വന്നതാണ്. പക്ഷേ ഇത് അമേരിക്കയിൽ ചെന്നപ്പോൾ 1920 ഫോർഡ് ഉണ്ടല്ലോ, കാർ ഉണ്ടാക്കുന്നത്, പുള്ളി ഇതിന്റെ കഥയെല്ലാം കൂടെ എടുത്ത് ഇന്റർനാഷണൽ ജ്യൂ എന്ന് പറഞ്ഞൊരു പുസ്തകം അടിച്ചത്. ഈ പുസ്തകം വെച്ചുകൊണ്ടാണ് ഇത് വായിച്ചാണ് നമ്മുടെ എന്താ പറയാ, ഈ സത്യത്തിൽ ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന ആൾക്ക് ഇത്തരം ലിറ്ററേച്ചറുകളും ഇത്തരത്തിലുള്ള സാധനങ്ങളും കണ്ട് പുള്ളിക്ക് കയറിയ വെറിയാണിത്. പുള്ളി സ്വന്തം നില ഒന്നും ഉണ്ടാക്കിയില്ല. ഈ ഇന്റർനാഷണൽ ജൂലി ഇതേണൊക്കെ പറയുന്ന ജൂതന്മാർ ദേശസ്നേഹം ഇല്ലാത്തത്. ഏത് രാജ്യത്താണോ അവർക്ക് ആ രാജ്യത്തോട് സ്നേഹമില്ല. ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇവര് പൈസ എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്. പിന്നെ അവർ ഇടകലരാത്തവരാണ്, നന്ദിയില്ലാത്തവരാണ്, ബാക്ക് സ്റ്റാബേഴ്സ് ആണ്. യുദ്ധം വന്നു കഴിഞ്ഞാൽ രാജ്യത്തെ ഒറ്റുകൊടുക്കും. എല്ലാ വൃത്തികെട്ട കാര്യങ്ങളും ജൂതന്മാർക്കെതിരെ, അല്ലെ ജൂതന്മാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്, അവർക്ക് പദ്ധതിയുണ്ട്, അവർ രാജ്യങ്ങളെല്ലാം നശിപ്പിക്കലാണ്, അവരെ ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിക്കലാണ്. ഇതെല്ലാം ഈ പുസ്തകങ്ങളിൽ ഡയലോഗ് രൂപത്തിൽ പറയുകയാണ്. കമ്മിറ്റിയുടെ മിനിറ്റ്സ്, ഇപ്പൊ CPM-ന്റെ ഒരു കമ്മിറ്റിയുടെ, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കാണ്. അങ്ങനൊരു മിനിറ്റ്സും ഇല്ല, അങ്ങനെ ഒരു സമ്മേളനവും ഇല്ലെങ്കിൽ എന്തായിരിക്കും അർത്ഥം? അതാണ് ഇത് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 125 വർഷമായിട്ട് ലോകം ഭരിക്കുന്ന പുസ്തകമാണിത്. ഇങ്ങനൊരു പുസ്തകം യഥാർത്ഥത്തിൽ അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ട്രാഷാണ്. അപ്പം ഏറ്റവും പുതിയതായിട്ട് നിങ്ങൾ കണ്ടെത്തി നോക്കൂ. ഒന്നുകിൽ ഇവർ ഈ പുസ്തകം ഇല്ല, പക്ഷെ അതിനകത്തെ കാര്യങ്ങൾ എടുത്തു നോക്കും, വേറെ രീതിയിൽ പറയും. ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ വിഷയം നോക്കൂ, പറയുന്നതെല്ലാം ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ല, ഇതിനകത്ത് പറഞ്ഞ ഹിറ്റ്ലർ പറഞ്ഞത് ഇതേ കാര്യങ്ങളാണ്, സെയിം. ഇത് ഈ പോഗ്രോം എന്ന് പറയുന്നത് കിഷിനേവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആദ്യം ഈ പോഗ്രോം നടക്കുന്നത്. ഈ ഹോളോകോസ്റ്റിനൊക്കെ മുന്നേ. ഹോളോകോസ്റ്റ് ആദ്യത്തെ സാധനമല്ല, യൂതന്മാരുടെ കൂട്ടക്കൊലകൾ ആദ്യമല്ല, അതിന് മുന്നേ ഒക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ബാങ്കേഴ്സ് എന്താണ്? ബാങ്കേഴ്സിന്റെ കാര്യം ജൂയിഷ് കോൺസ്പിറസി, റവല്യൂഷണറി അത് ജൂയിഷ് കോൺസ്പിറസി, ലിബറലിസം അതും ജൂയിഷ് കോൺസ്പിറസി, ബോൾഷെവിസം ജൂയിഷ് കോൺസ്പിറസി. മൊത്തത്തിൽ ഈ ഒരു ബുക്ക് നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കുക. ഇയാളാണ് ആദ്യം എഴുതിയത്. ഇയാൾ ഭയങ്കര ആന്റിസെമിറ്റിക് ആയിരുന്നു, ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ആയിരുന്നു. പുള്ളി പറഞ്ഞത് ഇതാണ്: റഷ്യ യുദ്ധം ചെയ്താൽ ജൂതന്മാർ കൂടെ നിൽക്കില്ല. സ്റ്റാലിന് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞുതരാം. ഇത് ഹിറ്റ്ലറിനും യഥാർത്ഥത്തിൽ ഈ ഗീബൽസിനൊക്കെ അറിയാമായിരുന്നു ഈ പുസ്തകം വെറും ഫ്രോഡാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഗീബൽസ് തന്നെ അതിനെക്കുറിച്ച് ഹിറ്റ്ലർ 1933 ശേഷമുള്ള ഒരു പ്രസംഗത്തിലും ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്ന സാധനം റെഫർ ചെയ്യുന്നില്ല. അതിനു മുന്നേ പുള്ളിയുടെ പ്രസംഗങ്ങളിൽ ഇപ്പോൾ തന്നെ മെയിൻ കാഫോ വായിച്ചു നോക്ക്, അതിനകത്ത് പറയുന്നുണ്ട്. ഗീബൽസിനകത്ത് പറയാം: ഐ ബിലീവ് ദാറ്റ് ദ പ്രോട്ടോകോൾ ഓഫ് ദ എൽഡേഴ്സ് ഓഫ് സിയോൺ ഓർ സയൻ ഈസ് എ ഫോർജറി. ഇതൊരു വ്യാജ സാധനമാണെന്ന് എനിക്കറിയാം. ഹൗവർ ഐ ബിലീവ് ഇൻ ദ ഇന്നർ ബട്ട് നോട്ട് ദ ഫാക്ച്വൽ ട്രൂത്ത് ഓഫ് ദ പ്രോട്ടോകോൾസ്. അതിൻ്റെ ആന്തരികമായ ഒരു സത്യം ഉണ്ടല്ലോ, ജൂതൻ ഇങ്ങനെയാണ്, അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് പ്രചരിപ്പിക്കുകയാണ് പല രൂപത്തിൽ. ഹിറ്റ്ലർക്കും അറിയാമായിരുന്നു, പക്ഷേ ഹിറ്റ്ലറിന്റെ പ്രസംഗങ്ങളൊക്കെ നോക്കൂ നിങ്ങൾക്ക്. 33 ശേഷം പുള്ളി പറഞ്ഞിട്ടില്ല കാര്യം ഇത്രയ്ക്ക് നുണയാണ് എന്നറിഞ്ഞുകൊണ്ടാണ്. ഇതിപ്പം മോഡേൺ സാഹിത്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് ഇതേണൊക്കെ കോപ്പി എടുത്തുകയാണ്. ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്ന സാധനം, ഈ ജൂതവിരുദ്ധ സാഹിത്യം, ജൂതന്മാരുടെ ഗൂഢാലോചന എന്ന് പറഞ്ഞ് അതിനകത്തെ സാധനങ്ങൾ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ പബ്ലിക്കേഷൻസ് ഇറക്കിയിട്ടുണ്ട്. അഹമ്മദി നജാദ് and he has drawn on the promise of protocols അയാളുടെ ആന്റി സെമിറ്റിക് റെട്ടറിക്കിൽ സ്ഥിരം ഉന്നയിക്കാറുണ്ട്.
ഇപ്പോൾ പുള്ളിയില്ല, പുള്ളിയെ വെച്ചാണ് ഇപ്പോൾ അടുത്ത ഇറാനിൽ സൗദം പണിയാനൊക്കെ ആദ്യം ഇവർ ശ്രമിച്ചത്. ഇനി ഹമാസിന്റെ The protocol has been used by the terrorist organization Hamas to justify calls for annihilation of both Jewish people and the state of Israel. ഇസ്രായേലിനെയും ജൂതന്മാരെയും എന്തുകൊണ്ട് നശിപ്പിക്കണം എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് പറയുന്ന ഇതാണ്, ഈ ബുക്കാണ്. ഹമാസിന്റെ ഭരണഘടനയിലുണ്ട്. ഇപ്പൊ പുതിയ പുതിയ ബുക്കുകൾ ഇറങ്ങുകയാണ് ഈ പ്രോട്ടോകോളിന്റെ. അതിനകത്ത് ചില ബുക്കിനകത്ത് പറയുന്ന ഹോളോകോസ്റ്റ് നടന്നിട്ടേ ഇല്ല, അതൊരു അങ്ങനെ സംഭവമില്ല, ഹോളോകോസ്റ്റ് ഇല്ല. അവിടെ ചെന്ന് കാണണം, ഹോളോകോസ്റ്റ് ഇല്ല എന്ന് പറയുന്നു. പിന്നെ അതർ എഡിഷൻ ഡിസ്റ്റോർട്ട് ഹിസ്റ്ററി ഓഫ് ഹോളോകോസ്റ്റ്. ചിലർ പറയുന്നു ഇത്രയും നമ്പർ 60 ലക്ഷം ജൂതന്മാരെ ഒന്നും കൊന്നിട്ടില്ല, അല്ല 10,000-6,000 പേരെ കൊന്നിട്ടുണ്ടാവും. സം എഡിഷൻ ഫോൾസ്ലി ക്ലെയിം ജൂസ് കോപ്പറേറ്റഡ് വിത്ത് നാസീസ് ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ. ചില എഡിഷൻ പറയുന്നത് അറിയോ, ജൂതന്മാര് നാസികളുമായിട്ട് സഹകരിച്ച് വഴങ്ങിക്കൊടുത്ത് കുറെ പേരെയൊക്കെ നിങ്ങൾ കൊല്ലുക, അന്നേരം ക്രിസ്ത്യാനികളുടെ ദേഷ്യമൊക്കെ പോയി ഞങ്ങൾക്കൊരു ഇരവാദമൊക്കെ ഉന്നയിച്ച് ഞങ്ങൾക്ക് ഇസ്രായേൽ കിട്ടും. ഇതൊക്കെയാണ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. എല്ലാം ഉണ്ട്, ഒന്നും അവിടെ വിടുന്നില്ല. ഹിറ്റ്ലർ പറഞ്ഞിട്ടുള്ള ഇതേ ഉള്ളൂ, ബാക്ക് സ്റ്റാബേഴ്സ്, പാരസൈറ്റ്സ്, ക്രൈസ്റ്റ് കില്ലേഴ്സ്. ഒന്ന് റിലീജിയസ് ആണ്, ഒന്ന് എക്കണോമിക്കലാണ്, മറ്റൊന്ന് പൊളിറ്റിക്കലാണ്. ഇത് ത്രൂ ഔട്ട് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. മെയിൻ കാഫിലാണെങ്കിലും ജൂതന്മാരെ കുറിച്ചുള്ള സ്റ്റാബ്ഡ് ഇൻ ദ ബാക്ക് at home by the coalition of Jew financiers, Marxists and striking workers. ഈ പുള്ളി യുദ്ധമുന്നണി നിൽക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, പുള്ളിക്ക് കിട്ടുന്ന ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ യഥാർത്ഥത്തിൽ ജർമ്മനി തോറ്റുകൊണ്ടിരിക്കുകയാണ്. പുള്ളി അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവസാനം ജർമ്മനി തോറ്റു. അപ്പോഴാണ് പുള്ളി മനസ്സിലായ 3 കാര്യം. ജൂതന്മാര്, തൊഴിലാളി സമരങ്ങൾ കാരണം രാജ്യത്തിന്റെ ഇത് മുഴുവൻ പോയി, പിന്നെ ജൂയിഷ് ഫൈനാൻസിയേഴ്സ്, അവർ യുദ്ധത്തിന്റെ ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ജർമ്മനിയിൽ ഗവൺമെന്റിന് പൈസ കൊടുത്തില്ല, പിന്നെ അവർ ഡെസേർട്ട് ചെയ്തു. ഇതൊക്കെയാണ് കാരണം എന്നാണ് പുള്ളി കരുതിയിരിക്കുന്നത്. പിന്നെ മറ്റൊന്നുള്ളത്, പുള്ളിയുടെ ഒരു തീരാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ബിറ്റ്വീൻ റേസസ്. ഇൻ ഹിസ് റാപ്ഡ് മൈൻഡ് ഏരിയൻസ് വെയർ ദ ക്രിയേറ്റീവ് ഫോഴ്സ് ഓഫ് ഹ്യൂമാനിറ്റി വെൽ ജൂസ് വെയർ ബയോളജിക്കൽ പാരസൈറ്റ്. ജൂതന്മാർ പാരസൈറ്റുകളാണ്, പരാതങ്ങളാണ്, ആര്യൻസ് ആണ് ഭരിക്കേണ്ടത്, അതുകൊണ്ട് ജൂതന്മാർ പോകണം. എന്തുകൊണ്ടാണ് ഹിറ്റ്ലർ ജൂതന്മാരെ വെറുത്തെന്നുള്ളതിൻ്റെ 2 കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് നാസി ആശയം അല്ല, അത് പല രീതിയിലുണ്ട്. അതിന് പിന്നെ ബാക്കായിട്ടും ഫ്രണ്ടായിട്ടുള്ള ആശയങ്ങൾ ഉണ്ട്. പക്ഷേ പൊളിറ്റിക്കലായിട്ടും അത് നടപ്പിലാക്കുകയാണ്. അതായത് ബയോളജിക്കലായിട്ടുള്ള ഒരു ആശയത്തിൻ്റെ പൊളിറ്റിക്കൽ ഇംപ്ലിമെൻറ്റേഷനാണ് ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ബൈ നാസി ജർമ്മനി. പിന്നെ പുള്ളി ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ഒരു പെയിന്റർ ആയിരുന്നു. പുള്ളി ഒരു നോൺ വെജിറ്റേറിയൻ ആയിരുന്നു. പുള്ളി മദ്യപിക്കത്തില്ലായിരുന്നു. എനിക്ക് ഹിറ്റ്ലർ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം, ഐ എം നോട്ട് ഷുവർ. അറ്റ് ദ ടൈം വിയന്ന വാസ് എ ഹോട്ട് ബെഡ് ഓഫ് വിറുലന്റ് ആന്റിസെമിറ്റിസം. അന്ന് വിയന്നയിൽ ചെല്ലുമ്പോൾ, ഇന്ന് ആസ്ട്രിയയുടെ തലസ്ഥാനമാണ്, പുള്ളി ചെല്ലുമ്പോൾ അവിടെ ഇഷ്ടംപോലെ പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ ഉണ്ട് ജൂതന്മാർക്കെതിരെ. ഇതെല്ലാം ഇങ്ങനെ വാരി വലിച്ച് കയറ്റിയാണ് ഹിറ്റ്ലർ ഇതൊരു വലിയ ആശയമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കും. ഇത് ഞാൻ ചുമ്മാ പടം ഇട്ടെന്നേ ഉള്ളൂ. ഷൂസ് ഓഫ് വിക്ടിംസ് ഇൻ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊല്ലപ്പെട്ട 60 ലക്ഷം, ഇത് ഇത്രയൊന്നുമല്ല, കിടക്കാണ് കൊല്ലപ്പെട്ടവരുടെ ഷൂസ്, അവരുടെ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള വെഡ്ഡിങ് റിങ്സ്, വിവാഹമോതിരങ്ങൾ, പടങ്ങൾ ഒരുപാടുണ്ട്. 10,000-കണക്കിന് പടങ്ങൾ ഓൺലൈനിൽ കിട്ടും, നിങ്ങൾ നോക്കിയാൽ മതി. If Christianity attacked the Jews' faith, the Marxism attacked the Jews' capital. Nazism took both of those ideas and biologized. അതിനെ ബയോളജി രണ്ടിലൂടെ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നാസിസം ചെയ്തത്. വാട്ട് ക്രിസ്ത്യാനിറ്റി ആൻഡ് മാർക്സിസം ഡിഡ്. ഇത് ഈ ഒരു ബുക്ക് നിങ്ങൾക്കാണ്, വെയ്മർ റാഡിക്കൽസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, തിമോത്തി ബ്രൗണിൻ്റെ. ഇതിനകത്ത് ഗീബൽസ് ഹിറ്റ്ലർ എന്ന് പറയുന്നത് ശരിക്കും മാർക്സ് തന്നെയാണ് എന്ന് പറയുന്നത്. ഈ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ലേബർ ക്യാമ്പുകൾ, ഗുലാഗുകളാണ്. അത് വൺ ആൻഡ് ദ സെയിം തിങ് ആക്ച്വലി. വേണ്ടാത്തവരെ തള്ളുന്ന ഒരു സംഗതിയാണ്. ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി KPD and the Nazi
NSDAP, actively try to undermine, mimic and absorb each other's bases. ഈ പാർട്ടികളെല്ലാം ഏതാണ്ട് ഒരേപോലെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റ്, വയലൻസ്, അത് നാസി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഇതിനകത്ത് കാണുന്നുണ്ട് അലാസ്ക, റഷ്യ, സൈബീരിയ, ഫാർ റൈറ്റും ഫാർ ലെഫ്റ്റും ഒന്നായിരിക്കും. ഇപ്പൊ ടക്കർ കാൾസനെ പോലെയുള്ള ഭയങ്കര ആന്റിസെമിറ്റിസം അമേരിക്കയിൽ ഇരുന്ന് പറയുന്നത് ഫാർ റൈറ്റ് ആണ്. ഇത് തന്നെയാണ് ഒരു ഫാർ ലെഫ്റ്റുകാരനും പറയുന്നത്. ഇപ്പൊ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഫാർ റൈറ്റ് ഇങ്ങനെ പോവുമല്ലോ, ഫാർ റൈറ്റ് ഫാർ ലെഫ്റ്റ് എന്ന് പറഞ്ഞ് പോവുമല്ലോ. ഫാർ റൈറ്റ് ഫാർ ലെഫ്റ്റ് വന്ന് അലാസ്ക എന്ന ഇന്റർനാഷണൽ ഡേറ്റ് ലൈനാണത്. എക്സ്ട്രീം റൈറ്റും എക്സ്ട്രീം ലെഫ്റ്റും ഏതാണ്ട് ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ഏറ്റവും അവസാനത്തെ പാലസ്തീനിലെ ഹുസൈനി, അമീൻ അൽ ഹുസൈനി എന്ന് പറയുന്ന ജെറുസലേം ഗ്രാൻഡ് മുഫ്തി, പുള്ളിയാണ് അവിടെയുള്ള പാലസ്തീനുള്ള സ്ഥലങ്ങളെല്ലാം ഈ ജൂതന്മാർക്ക് വിറ്റുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ കുറേ സ്ഥലം അങ്ങ് പോയി. അപ്പം ഈ ബ്രിട്ടൻ ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ആദ്യം ജോർഡൻ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതിനുശേഷം ഇസ്രായേൽ വരുന്നുണ്ട്. ഇസ്രായേൽ വരുന്നതിന് തൊട്ട് മുന്നേ നടക്കുന്ന യുദ്ധങ്ങളിൽ 1940 ഈ പുള്ളി ഈ ജൂതന്മാരെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ചിന്തിച്ച് ഹിറ്റ്ലറെ പോയി കാണുന്നുണ്ട്. ഹിറ്റ്ലർ എല്ലാ സഹായ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു. ഹിറ്റ്ലറോട് പറയുന്നത്, നിങ്ങൾ യൂറോപ്പിലെ പണി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് ബാക്കി പണിയൊന്ന് തീർക്കണം, ഒരു ഡിക്ലറേഷൻ നടത്തണം എന്നൊക്കെ പറയുന്നു. And Mufti was terrified that the European Jews would escape Nazi territory and migrate to Palestine. മുഫ്തിയുടെ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത്, ഈ യൂറോപ്പിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന അല്ലെങ്കിൽ ജയിലിലൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന എല്ലാവരും കോൺസെൻട്രേഷൻ ക്യാമ്പിലല്ലല്ലോ, ഇവന്മാർ രക്ഷപ്പെട്ടുകൊണ്ട് എല്ലാവരും കൂടെ പാലസ്തീനിലേക്ക് വരുമോ എന്നൊരു പേടിയായിരുന്നു. അതുകൊണ്ട് അത് തടയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുഫ്തി ചെയ്തു. അങ്ങനെ വിടരുത്, അവരെ തീർക്കണം. അതായത് ഈ ഹോളോകോസ്റ്റിന് മാനസിക അനുവാദം കൊടുത്തതിൽ ജെറുസലേം ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള ഹജ്ജ് അമീൻ അൽ ഹുസൈനി മറക്കാനാവാത്ത സംഭാവനയാണ് ചെയ്തത്. പുള്ളി ഹിറ്റ്ലറെ കണ്ടതാണ് കാണുന്നത്. പുള്ളി അവിടെ പോയി എന്ത് ചെയ്തു, റിക്രൂട്ടർ SS ഡിവിഷൻ, SS എന്ന് പറയുന്നതല്ല, സുരക്ഷാ സേനയാണ് ഇവരുടെ നാസികളുടെ. അതിലെ മുസ്ലിങ്ങളെ വെച്ച് സെർബിയയിലൊക്കെ ചെന്ന് പറഞ്ഞു, നാസികളുടെ സേനയിൽ നിങ്ങൾ ചേരണം, കാരണം രണ്ടുണ്ട്, നാസികൾ അവിടെ യുദ്ധമൊക്കെ ചെയ്യും, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇവിടെ ജൂതന്മാരെ തീർത്തു തരും. 20-ാം നൂറ്റാണ്ടിൽ ആരൊക്കെയാണ് ഇത് വരുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ മുഫ്തി ഒരു റിക്വസ്റ്റ് നടത്തി, ഒരു പബ്ലിക്. അൽ ഹുസൈനി asked Hitler for a public declaration promising that when German forces reached Middle East, the proposed Jews' national homeland in Palestine would be completely eliminated. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരൊക്കെ അനുവദിച്ചിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ യൂറോപ്പ് മുഴുവൻ ജയിച്ചിട്ട് മിഡിൽ ഈസ്റ്റിലാകുമ്പോൾ ചേട്ടാ ഒരു കാര്യം ചെയ്യണം, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ സ്ഥാപിക്കാൻ പോകുന്നു, അത് മൊത്തം അടിച്ച് തീർത്തേക്കണം. അപ്പോൾ ഹിറ്റ്ലർ വാഗ്ദാനം ചെയ്തു. Hitler agreed completely, stating that Germany's objective in the region would be solely the destruction of Jewish element residing in Arab sphere. അറബുകാരുടെ കൂടെ ജീവിക്കുന്ന ജൂതന്മാരെ തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പുള്ളി പ്രസ്താവന ഇറങ്ങി. അപ്പോൾ കയറി മൂട്ടിക്കൊടുക്കുക, കൊല്ലടാ കൊല്ലടാ കൊല്ലടാ. ഹോളോകോസ്റ്റ് നടത്തിയത് അൽ ഹുസൈനിയാണെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഹുസൈനിയുടെ ആവശ്യം ഇതായിരുന്നു, ഹിറ്റ്ലറുടെ ആവശ്യം അതായിരുന്നു. ഇത് രണ്ടും ഒരുമിച്ചു. ഇനി വേറൊരു കാര്യം, ഇൻ ഹിസ് പോസ്റ്റ് വാർ ഡയറീസ് അദ്ദേഹം കുറേ ഡയറിയൊക്കെ എഴുതിയിട്ടുണ്ട് ഈ അൽ ഹുസൈനി. ഇൻ 1944 when Red Cross negotiation attempted to trade German prisoners, റെഡ് ക്രോസ് വന്നിട്ട് ഈ ജർമ്മൻ പ്രിസണേഴ്സിനെ എല്ലാം വിട്ടുകൊടുക്കാനായിട്ട് വന്നപ്പോൾ, ഫോർ റിലീസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ജൂയിഷ് ചിൽഡ്രൻ ഫ്രം ഹംഗറി ആൻഡ് ബാൾക്കൻസ്, ഹംഗറിയിൽ നിന്നും ബാൾക്കൻ പ്രദേശത്തു നിന്നൊക്കെ തട്ടിക്കൊണ്ടുപോയ ജൂത കുട്ടികളെ ഈ പട്ടാളക്കാർക്ക് പകരമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ, the Mufti personally wrote to Himmler, the foreign minister of and foreign minister Ribbentrop, to block it. അങ്ങനെ ജൂത കുട്ടികളെ അങ്ങനെ വിട്ടുകൊടുക്കരുത്. എന്തിനാ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത്? പട്ടാളക്കാർക്ക് വരെ എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ, അങ്ങനെ കൊടുക്കരുത്. I objected to this attempt and wrote to Ribbentrop and Himmler and to Hitler until I succeeded in frustrating their attempt. അവസാനം ഞാനത് അനുവദിച്ചില്ല. എക്സ്ചേഞ്ച് ചെയ്യുന്ന കുട്ടികളെ, ജൂത കുട്ടികളെ, അവർ ജീവനോടെ വരില്ലോ, ഞാനത് അനുവദിച്ചില്ല എന്ന് പുള്ളിയുടെ മെമ്മോയിൽ പുള്ളി എഴുതിയിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ പുള്ളി
മുഫ്തി വാസ് ഗിവൺ ദ കൺട്രോൾ ഓഫ് നാസി റേഡിയോ സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റിലേക്കുള്ള നാസി റേഡിയോ അത് നടത്തുന്ന ചുമതല മുഫ്തിക്ക് കിട്ടി. ഓൺ മാർച്ച് 1, 1944, ഡ്യൂറിംഗ് എ ബ്രോഡ്കാസ്റ്റ് ടു റേഡിയോ ബെർലിൻ, he explicitly called for genocide, aligning his rhetoric perfectly with the final solution. ഹിറ്റ്ലറുടെ ഫൈനൽ സൊല്യൂഷന് തുല്യമായ രീതിയിൽ പുള്ളി ആ റേഡിയോയിലൂടെ അന്ന് പറഞ്ഞാണ്, കിൽ ദ ജൂസ് വേർ എവർ യു ഫൈൻഡ് ദം. ഇത് ഖുറാനിലുള്ള ഒരു വാചകം, കിൽ ദം വേർ എവർ യു ഫൈൻഡ് എന്ന് പറയുന്ന അവിശ്വാസികളെ കുറിച്ച് പറയാറുണ്ട്, അല്ലെ കാഫറുകളെ കുറിച്ച്. ദിസ് പ്ലീസസ് ഗോഡ്, ഹിസ്റ്ററി ആൻഡ് റിലീജിയൻ, ദിസ് സെർവ്സ് യുവർ ഓണർ. നിങ്ങളുടെ ഡിഗ്നിറ്റിയും ശരിയാകുമെന്ന് ജെറുസലേമിലെ ഗ്രാൻഡ് മുഫ്തി, ഇന്നത്തെ ഇസ്രായേലിന്റെ രൂപീകരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള വ്യക്തിയാണ്. പുള്ളി ബെർലിനിൽ പോയി ഹിറ്റ്ലറെ കണ്ടു, അവിടുത്തെ സൈന്യത്തിലേക്ക് ആളിനെ കയറ്റി, അവരുമായിട്ടെല്ലാം സംസാരിച്ചു. അവസാനം പുള്ളി അവർ റേഡിയോ സ്റ്റേഷനിൽ കയറിയിരുന്ന് സംസാരിച്ച വിഷയമാണ് ഞാൻ പറഞ്ഞത്, കിൽ ദ ജൂസ് വേർ എവർ യു ഫൈൻഡ് ദം. ആൻഡ് സെമിറ്റിസം ഇൻ 20th century. ഇനി ഈജിപ്തിലോട്ടൊക്കെ വന്നപ്പം ഈ നിങ്ങൾ കണ്ട സയ്യദ് കുത്തുബ് എന്ന് പറയുന്ന ആൾ 1906 മുതൽ 1966 പുള്ളി മരിച്ചത്. പുള്ളി ഈ നാസറിനെതിരെയുള്ള ഒരു വധശ്രമം നടത്തി പുള്ളിയെ തൂക്കിക്കൊന്ന വ്യക്തിയാണ്. പുള്ളി ഭയങ്കര റിലീജിയസ് പണ്ഡിറ്റാണ്. ഭീകരവാദം, പുള്ളിയാണ് ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒക്കെ ആശയം പുള്ളിയിൽ നിന്ന് വരുന്നതാണ് ഈ സയ്യദ് കുത്തുബ്. പുള്ളിയുടെ പ്രധാന പരിപാടി ദ പ്രോട്ടോകോൾസ് എല്ലാം കൂടെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇല്ലാത്ത പുസ്തകം, യൂതന്മാർ അത് ചെയ്യാൻ പോകുന്നു ഇത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള സാധനം ഇപ്പോഴും ഇങ്ങനെ ഈ ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ ഈ പുള്ളിയായിരുന്നു. പിന്നെ ഏറ്റവും പുതിയ ഭാവം 3 സ്ലൈഡുകൾ. ഇവർ പഴയ റിലീജിയസ് ടോണുകൾ മാത്രമല്ല പറയുന്നത്. ഇപ്പൊ മോഡേൺ ഓഡിയൻസിനെ ഇൻ ദ ലേറ്റർ ഹാഫ് ഓഫ് 20th century the radical groups realized religious language alone would not win the support of Western universities and international forum. അവിടെയൊക്കെ റിലീജിയസ് ലാംഗ്വേജും ഖുറാനും ഒന്നും കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും എന്തോ നടയത്. അതിന് പകരം എന്ത് ചെയ്തു, അവർ കുറെ നവ മാർക്സിസ്റ്റ് ലിബറൽ വാചകങ്ങൾ കോപ്പി അടിച്ചു. അതാണ് ഒപ്രസർ ഒപ്രസ്ഡ്. അപ്പോൾ ജൂതൻ ഒരു മതശത്രുവാണ് എന്നതിന് പകരം അവർ പറയാൻ തുടങ്ങി ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സയനിസ്റ്റ്, കൊളോണിയലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ്, ഇമ്പീരിയലിസ്റ്റ് ഒപ്രസറാണ്. അപ്പോൾ നമ്മുടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ ചെറുപ്പക്കാരല്ല, കൊള്ളാമല്ലോ, അടിപൊളി, മതമൊന്നുമില്ല, വേറെ രീതിയിൽ റീഫ്രൈസ് ചെയ്യാണ്. ഈ മാർക്സിസം എങ്ങനെയാണ്, അല്ലെങ്കിൽ നവമാർക്സിസം എങ്ങനെയാണ് ഈ ആന്റി സെമിറ്റിസം, ഇസ്ലാമിന്റെ ആന്റി സെമിറ്റിസത്തിന് കുടപിടിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഡ്യുവൽ ഗെയിമാണ്, രണ്ട് ഭാഗത്തേക്കും. ഡൊമസ്റ്റിക് ഓഡിയൻസിനോട് മതം പറയും, എന്നാൽ ഇന്റർനാഷണൽ ഓഡിയൻസിനോട് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കും. ഒപ്രസറാണ്, ഒപ്രസ്ഡാണ്, കൊളോണിയൽ റൂളാണ്, പിന്നെ എന്താണ്, ഇമ്പീരിയലിസ്റ്റ് ആണ്, സാമ്രാജ്യത്വമാണ്. അപ്പോൾ അതിനൊരു പുരോഗമനാത്മകതയും വന്ന്, പക്ഷേ വെറുപ്പ് തന്നെയാണ്, ശത്രുത തന്നെയാണ്, വിദ്വേഷം തന്നെയാണ്. അങ്ങനെ ഇതിനൊരു സ്പിൻ അതിനകത്ത് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ കണ്ടു. ആന്റി സെമിറ്റിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഇത് മനുഷ്യ മനസാക്ഷിയിലെ ഒരു വലിയൊരു വ്രണം പോലെ, ഒരു മാനസിക രോഗം പോലെ കഴിഞ്ഞ 1200-1300 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യത്തെ വെട്ടിയിടാനായിട്ട്, കട്ട് ചെയ്യാനായിട്ട്, കൗണ്ടർ ചെയ്യാനായിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു ഉമ്മാക്കി കൊണ്ടുവന്നു. അതായത് ജൂതനല്ല പ്രശ്നം, ഈ ജൂതൻ ഹോളോകോസ്റ്റ് ഇല്ല, പിന്നെ ഈ ആന്റി സെമിറ്റിസം നിയമമാക്കുകയാണെങ്കിൽ ഇതൂടെ കയറ്റി അങ്ങ് നിയമമാക്കണം. വേട്ടക്കാരൻ്റെ പരാതികൾ, വേട്ടയാടപ്പെടുന്നവൻ്റെ പരാതികൾ സ്വീകരിക്കാം. അപ്പം എല്ലാവർക്കും പറയാം, ഇതിലെ സംവരണം പോലെയാണ്, അവസാനം എല്ലാവർക്കും സംവരണമാവും. ഇനിയിപ്പോൾ ഹിന്ദു ഫോബിയ വരും, ഇസ്ലാമോഫോബിയ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഓരോരോ ഐറ്റംസ് വരും. ഇതാണ് ഒരു പുതിയ ഇത്. കണ്ടോ നിങ്ങൾ, യാരോൺ ലെച്ചിൻസ്കി ആൻഡ് സാറ ലിൻ. ഇത് ഈ യുദ്ധം ഒക്ടോബർ 7 ശേഷമുള്ള യുദ്ധം നടന്ന സമയത്ത് അമേരിക്കയിൽ അവിടുത്തെ എംബസിയിൽ, ജൂയിഷ് എംബസിയിൽ കയറി ഒരു ഇടതുപക്ഷക്കാരൻ അവൻ്റെ ഇടത് കക്ഷം കൊണ്ട് വെടിവെച്ച് കൊന്ന എൻഗേജായിരുന്ന ഒരു കപ്പിളാണ്. അവൻ എന്നിട്ട് ഇവരെ രണ്ടുപേരെയും വെടിവെച്ച് കൊന്നിട്ട് അവൻ മനോഹരമായ ഒരു കാര്യം പറഞ്ഞു, ഫ്രീ പാലസ്തീൻ. ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും ഫ്രീ ആക്കി. ഒക്ടോബർ 7 കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല.
പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുക, ഹിറ്റ്ലറാണ്. ഈവൻ ഹോളോകോസ്റ്റ് ഡിനേയേഴ്സ്, ഹോളോകോസ്റ്റ് ഇല്ലെന്ന് പറയുന്നവരും ഹോളോകോസ്റ്റിൻ്റെ നമ്പർ 60 ലക്ഷമൊന്നും ഇല്ലെന്ന് പറയുന്നവരും പറയുകയാണ് ഹിറ്റ്ലർ നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്, ഹോളോകോസ്റ്റിന് നന്ദി. ഇതെങ്ങനെ ശരിയായി രണ്ടുകൂടെ പൊരുത്തപ്പെടുന്നില്ല. നിങ്ങൾ മൊത്തം, എന്നിട്ട് ഹിറ്റ്ലർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ ജൂതന്മാരെയും കൊല്ലുന്നില്ല, ലോകത്തിന് മനസ്സിലാക്കാൻ ഇവന്മാർ എത്ര വൃത്തികെട്ടവന്മാരാണ് എന്നൊരു കോട്ട് ഹിറ്റ്ലറേതായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പം ഹിറ്റ്ലറോട് പറഞ്ഞു നിങ്ങളെ പണി ചെയ്യണമായിരുന്നു. ഹിറ്റ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലർ വാസ് റൈറ്റ് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ. 60 ലക്ഷത്തെ തീർത്തില്ലേ നിങ്ങൾ ആരാ മോൻ, നമ്മുടെ ഉസ്താദ് വിചാരിച്ചിട്ട് പോലും ഇത്രയും നടന്നിട്ടില്ല എന്നൊക്കെയുള്ള ഒരു വലിയ അപ്പൊ മുഹമ്മദിന് വേണ്ടി, മുഹമ്മദിന്റെ പ്രവചനങ്ങൾ സാധ്യമാക്കാനായിട്ട് ഏറ്റവും വീറോടെ പൊരുതിയ കുടുംബത്തിൽ പിറന്നവനാണ് ഹിറ്റ്ലർ എന്നാണ് ഒരു മത അഭിപ്രായം. ഹിറ്റ്ലർ വാസ് റൈറ്റ്. എന്നിട്ട് ഇതേ ടീമുകൾ വേറെ സൈഡിൽ കൂടെ നെതന്യാഹുവിന്റെ പകുതി മുഖവും ഹിറ്റ്ലർ, അതെ നെതന്യാഹു ഹിറ്റ്ലറാണ്. മനസ്സിലായില്ലേ? ഹിറ്റ്ലർ സ്റ്റാർട്ടഡ് ഇറ്റ്, വി ഫിനിഷ് ഇറ്റ്. ഞാനിത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് എടുത്ത ഒരു പടമാണ് രണ്ടാമത്തെ കൂടെ. ഞാനെടുത്തതല്ല, ഗൂഗിളിൽ കിടന്ന. ഹിറ്റ്ലർ തുടങ്ങി വെച്ചു, ഞങ്ങളത് തീർക്കും. ആരാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കി. നാസികളാണെന്ന് തോന്നുന്നു. നാസികൾ അരിവാൾ ചുറ്റുകയും സ്വസ്തികയൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും അല്ല ആളുകൾ. അരിവാൾ ചുറ്റുകയും സ്വസ്തികയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ചുമപ്പൊക്കെ ആയിരിക്കും, തലയെ കെട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ സാധനം സോഫ്റ്റ്വെയർ വേറെയാണ്. അതൊക്കെ ഒരു ടൂളാണ്. ഇത് ഇന്ന് 4 ദിവസത്തിന് മുന്നേ എനിക്ക് ഒരാൾ അയച്ചു തന്നാണ്. ഈ 1925 ഹിറ്റ്ലർ തൻ്റെ പ്രസംഗങ്ങൾ റിഹേഴ്സ് ചെയ്യുന്നൊരു പടം ഇങ്ങനെ പുള്ളി തൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഷൂട്ട് ചെയ്യിച്ചു. പിന്നെ പുള്ളിക്ക് നാണക്കേട് ചോദിച്ചിടാ അത് അങ്ങ് കത്തിച്ചാളാ, അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാൻ പറയാം. അന്ന് പിന്നെ ഡിലീറ്റും ഒന്നും ഇല്ലല്ലോ. അങ്ങനെ പുസ്തകം ഈ പടം അതിജീവിച്ചു. അപ്പോൾ ഈ പടം അതിജീവിച്ചപ്പം ഇത് പറയുന്നത് വെച്ചാൽ പുള്ളിയുടെ പ്രസംഗങ്ങളൊന്നും സ്പോണ്ടേനിയസ് അല്ല. പുള്ളി പ്രസംഗത്തിന് മുമ്പ് നല്ല രീതിയിൽ റിഹേഴ്സ് ചെയ്ത് ഒരു ഡെലിവറി ആണ് നടത്തുന്നത് എന്നുള്ള ഒരു വാദമാണ് ഇതിനകത്ത് എഴുതിയിരുന്നത്. ഈസ് നോട്ട് ഓർഗാനിക്. ഒരു സ്റ്റേജ് മാനേജറായിട്ടുള്ള സാധനമാണ്, ഇങ്ങനെ ചെയ്യുന്ന ഒരു പടമാണ്, ഇത് കുപ്രസിദ്ധമാണ്. പക്ഷെ ഇതിൻ്റെ കമൻറ്റ് 2500 കമൻ്റ് ഉണ്ട്. ഞാനതിനകത്ത് വായിച്ച് ഇതിനകത്ത് എല്ലാ കമൻറ്റുകളും ബ്രോ വി മിസ് യു, ബ്രോ യു കുഡ് ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്, ബ്രോ നിന്നെ പോലൊരുവൻ ഈ ഭൂമിയിൽ നടന്നിട്ടില്ല. നമ്മുടെ ആളിൻ്റെ സ്വപ്നം ഇതേപോലെ നടപ്പിലാക്കിയ വേറൊരാളില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കമൻറ്റുകൾ. അപ്പോൾ ബേസിക്കലി ഹിറ്റ്ലർ കണ്ടിന്യൂസ് ടു ബി ദ പ്രൊക്ലൈംഡ് മിസ്സയ ഓഫ് ദ പാലസ്റ്റീനിയൻ കോസ്. ഹിറ്റ്ലർക്ക് നന്ദി, ഹിറ്റ്ലർ വാസ് റൈറ്റ്, ഗോഡ് ബ്ലസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഞാനിപ്പം 2026 ജൂൺ 3 റിപ്പോർട്ടാണ് റൈസ് ഓഫ് ആൻറ്റിസെമിറ്റിസം ഇൻ യൂറോപ്പ് ആഫ്റ്റർ ഒക്ടോബർ 7. ഒക്ടോബർ 7 ശേഷം, ഒക്ടോബർ 7 ജൂതനാണ് ആക്രമിക്കപ്പെട്ടത്, 1200 പേര്. അതിനുശേഷം ലോകം മുഴുവൻ നടക്കുന്ന ജൂതനോടുള്ള ആക്രമണമാണ്. യൂറോപ്യൻ നഗരങ്ങളിൽ എല്ലാം തന്നെ എന്തെങ്കിലും ജൂതനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കത്തി കഴുത്തിൽ കയറ്റുന്ന ഒരു പടം. ജൂതനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ മറിച്ചിട്ട് കൊണ്ടുവന്ന് ചോദിക്കും ജൂതനാണോ. ഈ രീതിയിൽ ജൂതർ അവർ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ വെച്ച്, നൃത്തശാലകളിൽ വെച്ച്, റെസ്റ്റോറൻറ്റുകളിൽ വെച്ച്, തെരുവുകളിൽ വെച്ച് അവർ ആക്രമിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്ന ഇതാണിപ്പം യൂറോപ്പിൽ വരെ കാണുന്നത്. അമേരിക്കയിൽ എന്താണ്, കൊല്ലപ്പെട്ടു. ഇവിടെ അത് നടക്കുന്നില്ല, കാര്യം ഇവിടെ ജൂതനില്ല. ഇവിടെ ജൂതനില്ലാത്തതുകൊണ്ടാണ് നടക്കാത്തത്. ഒരു വിഭാഗം ന്യൂനപക്ഷ പ്രേമമൊക്കെ പലരും പറയുന്നുണ്ട്. ന്യൂനപക്ഷം 2 കോടി മാക്സിമം ഉണ്ടാവും. 200 കോടിയുള്ള ഒരു വിഭാഗമാണ് ഇപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. 300 കോടിയുള്ള വിഭാഗം മതിയാക്കി, രാജിയാക്കി, കുറെ മാറ്റമൊക്കെ വന്ന് ഹോളോകോസ്റ്റൊക്കെ കണ്ട് പേടിച്ച് ഇനിയൊന്ന് വാന്ന് പറഞ്ഞൊരു, പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ ജൂതന്മാരെ സംരക്ഷിക്കാൻ ഒരു വിഭാഗം ഉടലെടുത്തു. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവര് അമേരിക്കയിലൊക്കെ വളരെ പ്രബലമാണ്. അവരൊക്കെയാണ് ശരിക്കും ഈ അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെ ചേരാൻ തന്നെ ഒരു കാരണം ആ ലോബിയാണ്. ക്രിസ്ത്യാനിറ്റി ഒരുപാട് മാറി, ജൂതനോടുള്ള ആ ഒരു വിരോധവും ആ ഇതുമൊക്കെ കുറേയൊക്കെ അവർ മയപ്പെടുത്തി, അവരതൊക്കെ കുറെ കൂടെ സെക്കുലറൈസ് ചെയ്തു. അതൊരു വലിയ റെക്കൺസിലിയേഷനായിരുന്നു. ഇന്ന് ലോകത്ത് ഈ കാണുന്ന 2 മതങ്ങൾ പരസ്പരം
വർജിച്ചിരുന്ന രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു അനുരഞ്ജനം സാധ്യമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ, നമുക്കിപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ കൂടെ ആയിരിക്കും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ ആകാൻ കഴിഞ്ഞു. അത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ മതവെറി എന്ന് പറയുന്ന സാധനം, ഇത് കഴിയാത്തവരുണ്ടല്ലോ. ആദ്യം ക്രിസ്ത്യാനിറ്റി കടിച്ചു കുടഞ്ഞു, പിന്നെ മാക്സ് പിടിച്ച് വേറെ എക്കണോമിക് കടി കടിച്ചു, പിന്നെ ഹിറ്റ്ലർ കടിച്ചു കുടഞ്ഞു. അന്നും ഇന്നും ബനു ഖുറൈള മുതൽ കടിച്ചിട്ട് കടിവിടാത്ത വേറൊരു ടീം. ഞാൻ പറഞ്ഞ എല്ലാം വസ്തുത. ഇതാണ് ജൂതവിരോധത്തിന്റെ അടിസ്ഥാന സിലബസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നീണ്ടൊരു പ്രഭാഷണം നടത്തി എന്നെയും കേട്ടിരുന്ന നിങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു.